പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം. ഉപനിഷത്ത് പഠനത്തിൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ബൃഹദാരണ്യക ഉപനിഷത്ത് ആരംഭിക്കുക ചെയ്തത്. ഉപനിഷത്തിലേക്ക് കടന്നിട്ടില്ല. അതിൻ്റെ പ്രാരംഭമായിട്ട് ശാന്തി പാഠത്തിൻ്റെ അർത്ഥം സാമാന്യം ചിന്തിച്ചു. പിന്നെ ഭാഷ്യത്തിലേക്ക് പ്രവേശിക്കുക ചെയ്തത്. ബൃഹദാരണ്യകോപനിഷത്ത് ഭാഷ്യം ഭഗവാൻ ഭാഷ്യകാരൻ ആരംഭിക്കുന്നത് മംഗളാചരണത്തോടു കൂടിയാണ്. വ്യത്യസ്ത ഉപനിഷത്തുക്കളിൽ വ്യത്യസ്ത ശൈലികളാണ് ഭാഷ്യത്തിൻ്റെത്. ചിലത് നേരിട്ട് വിശദീകരണത്തിലേക്ക് കടന്നതാണ്, ചിലത് മംഗളാചരണം ചെയ്തിട്ട് കടന്നതാണ്. ചിലതിൽ അതിദീർഘമായൊരു സംബന്ധ ഭാഷ്യമുണ്ട്, ചിലതിൽ സംബന്ധ ഭാഷ്യം ഇല്ല. അങ്ങനെയൊക്കെ പല രീതിയിലാണ്. ഇവിടെ ബൃഹദാരണ്യകോപനിഷത്ത് മംഗളാചരണത്തോടു കൂടിയാണ് ഭാഷ്യം ആരംഭിക്കുന്നത്. ആ മംഗളാചരണം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ശ്രദ്ധിച്ചു. ഓം നമോ ബ്രഹ്മാദിഭ്യോ ബ്രഹ്മവിദ്യാ സമ്പ്രദായ കർത്തൃഭ്യോ വംശ ഋഷിഭ്യോ നമോ ഗുരുഭ്യഃ. ഓം നമോ ബ്രഹ്മാദിഭ്യഃ ബ്രഹ്മവിദ്യാ സമ്പ്രദായ കർത്തൃഭ്യഃ വംശ ഋഷിഭ്യഃ ഗുരുഭ്യഃ നമഃ. ഇപ്പോൾ നമഃ, ഓം നമഃ എന്ന് പറഞ്ഞ് തുടങ്ങുന്നു. നമസ്കാരം, നമിക്കുന്നു. ആർക്ക് നമസ്കാരം? ബ്രഹ്മവിദ്യാ സമ്പ്രദായ കർത്തൃഭ്യഃ, ബ്രഹ്മവിദ്യാ സമ്പ്രദായത്തെ ചെയ്തവരായ ഗുരുഭ്യഃ, ഗുരുക്കന്മാർക്കായിക്കൊണ്ട് നമസ്കാരം. അപ്പോൾ ആർക്കാ നമസ്കാരം? ഗുരുഭ്യഃ, ഗുരുക്കന്മാർക്കായിക്കൊണ്ട് നമസ്കാരം. നമ്മുടെ സമ്പന്നമായ ഗുരുപരമ്പര, അനാദികാലമായി പ്രവൃത്തമായ ഗുരുപരമ്പര, ഒരു ഭംഗമില്ലാതെ നിരന്തരമായിട്ട് പോരുന്ന ഗുരുപരമ്പര. ഇതാണ് സനാതനധർമ്മത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷതയും മഹിമയും സമ്പത്തുമെല്ലാം. അതുകൊണ്ട് തന്നെ ഇവിടെ ഏതൊരാശയം ഉപദേശിക്കുന്ന സന്ദർഭത്തിലും സ്വാനുഭവത്തിൻ്റെ ദൃഢതയിൽ നിന്നുകൊണ്ടാണ് ഗുരുനാഥൻ ഉപദേശിക്കുന്നതെങ്കിലും അവിടമൊക്കെ പൂർവാചാര്യന്മാരുടെ വാക്കുകളും സമ്മതിയുമാണ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ഇത് ഇന്നലെ പെയ്ത മഴയ്ക്ക് ഇന്ന് മുളച്ചതൊന്നുമല്ല. അതുകൊണ്ട് ഗുരുഭ്യഃ ബഹുവചനമാണ്. ഗുരുക്കന്മാർക്കായിക്കൊണ്ട് നമസ്കാരം. ആർക്ക്? ബ്രഹ്മാദിഭ്യഃ ഗുരുഭ്യഃ, ബ്രഹ്മാവ് തുടങ്ങിയ ഗുരുനാഥന്മാർക്കായിക്കൊണ്ട് നമസ്കാരം. ബ്രഹ്മാവിലൂടെയാണ് 4 വേദങ്ങളും ഉപദേശിക്കപ്പെടുന്നത്. ബ്രഹ്മാവിനാണ് വേദം പ്രകടമാകുന്നതും ആ ബ്രഹ്മാവിൻ്റെ മുഖങ്ങളിൽ നിന്ന് വേദം പുറത്തേക്ക് പ്രസരിക്കുന്നത്. ഇനി ഉപനിഷത്തിൽ തന്നെ ബ്രഹ്മാവ് തൻ്റെ പുത്രനായിക്കൊണ്ട് ബ്രഹ്മവിദ്യയെ ഉപദേശിച്ചു എന്ന് പരാമർശമുണ്ട്.
അപ്പം ആദിമോപദേശം ബ്രഹ്മാവ് ചെയ്തു എന്നർത്ഥം. അതുകൊണ്ട് ബ്രഹ്മാവിനെ ഒന്നാമത്തെ ഗുരുവായിട്ട് കൽപ്പിക്കുന്നു. ഇനി ഇത് തന്നെ സദാശിവനായിട്ട് കൽപ്പിക്കും. സദാശിവ സമാരംഭം എന്നിത്യാദി. നാരായണനായിട്ട് കൽപ്പിക്കും. നാരായണ സമാരംഭം എന്നിത്യാദി. ഇതൊക്കെ ഒന്ന് തന്നെയാണ്. അപ്പം ബ്രഹ്മാവ് തുടങ്ങിയ ഗുരുക്കന്മാർക്കായിക്കൊണ്ട് നമസ്കാരം. ബ്രഹ്മാദിഭ്യ ഗുരുഭ്യ നമഃ. എങ്ങനെയുള്ള ബ്രഹ്മവിദ്യാ സമ്പ്രദായകർത്തൃഭ്യ, ബ്രഹ്മവിദ്യാ സമ്പ്രദായത്തെ ചെയ്തവരായ ഗുരുക്കന്മാർക്ക്. ബ്രഹ്മവിദ്യയുടെ അഭംഗുരമായ ഗുരുശിഷ്യ പരമ്പരാക്രമത്തിലുള്ള സമ്പ്രദായം. ഗുരുവിൽ നിന്ന് ശിഷ്യ, അവിടുന്ന് അടുത്ത പ്രശിഷ്യ, അവിടുന്ന് അടുത്ത തച്ചിഷ്യ, അങ്ങനെ പോകും. ഓരോ തലമുറ കഴിയുമ്പോഴും ശിഷ്യൻ ഗുരുവായി മാറി. ഈ തലമുറയിലെ ശിഷ്യൻ അടുത്ത തലമുറയിൽ ഗുരുവായി. ഇത് അനാദ്യ അനന്തമായി തുടരുകയാണ്. ഇതൊരത്ഭുതമാണ്, മഹാത്ഭുതം. ഇതാണ് പരമ്പര. പരമ്പരാപ്രാപ്തമാണ് ജ്ഞാനം. ഇതാണ് സമ്പ്രദായം. ഇതിനൊക്കെ വലിയ പ്രാധാന്യമുണ്ട് കേട്ടോ. അപ്പോൾ ചോദ്യം, ഈ സമ്പ്രദായത്തിലൂടെ അല്ലാതെ വന്ന ഗുരുക്കന്മാരില്ലേ? ഉണ്ട്. പക്ഷേ എപ്പോഴും നമ്മൾ ഈ സമ്പ്രദായത്തിലൂടെ വന്നതിനാണ് പരമ്പരാഗതമായി എന്താ പറയുക, അല്ലാത്തൊരു ഗുരു എന്ന് അല്ലാന്നൊന്നും പറയണില്ല, പക്ഷെ ഗൗരവം കൂടുതൽ കൽപ്പിക്കണത്. അതുകൊണ്ട് ഉപനിഷത്ത് തന്നെ ഗുരു ആരെന്ന് പറയുന്ന സന്ദർഭത്തിൽ ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠം എന്ന് മാത്രമല്ല പറഞ്ഞത്, ശ്രോത്രിയം എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വിധിപ്രകാരം സാമ്പ്രദായികമായി പരമ്പരയിലൂടെ വന്നിട്ടുള്ള അത് ബ്രഹ്മാദിഭ്യ. ഇങ്ങനെ ബ്രഹ്മവിദ്യയുടെ സമ്പ്രദായത്തെ ചെയ്തവരായ ഗുരുക്കന്മാർക്ക്. അവിടെ ഒരു സൂചന വരുന്നുണ്ട്, നമുക്ക് കിട്ടിയത് നമ്മൾ കൊടുക്കണം എന്നൊരു സൂചന വരുന്നുണ്ട്. നമുക്ക് നമ്മുടെ ഗുരുവിൽ നിന്ന്, ഗുരു പരമ്പരയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കർത്തവ്യമാണ് അടുത്ത തലമുറയ്ക്ക് കൈമാറുക എന്നത്. ഇത് ഓരോ തലമുറയും ചെയ്യുമ്പോഴാണ് ഈ ആർഷജ്ഞാനം സജീവമായി അനുസ്യൂതമായി നിലനിൽക്കുന്നത്. അത് ശ്രദ്ധിക്കണം. അപ്പൊ സമ്പ്രദായ കർത്തൃഭ്യ വംശഋഷിഭ്യ. അതുകൊണ്ട് തന്നെ ഓരോ വംശസ്ഥാപകരായ ഋഷിമാർ ഗുരുശിഷ്യ പരമ്പരയിലൂടെ അതത് ജ്ഞാനവംശത്തെ നിലനിർത്തിയവർ, അങ്ങനെയുള്ള ഗുരുക്കന്മാരൊക്കെയായിക്കൊണ്ട് നമസ്കാരം എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ ഗുരുവന്ദനപൂർവം തുടങ്ങുന്നു. ഇത് വലിയ പ്രാധാന്യമുള്ളതാണ്. കാരണം പൊതുവെ ശിഷ്ടന്മാർ ചെയ്യുന്നതിനെ മറ്റുള്ളവർ മാതൃകയായി കാണും. താൻ എത്ര ഉയർന്ന പദവിയിലെത്തിയാലും താൻ ഗുരുനാഥനെ നമിക്കുന്നത് മറ്റുള്ളവർ കാണുമ്പോൾ അത് മറ്റുള്ളവർക്കും സന്ദേശമാണ്. ശങ്കരാചാര്യരെ പോലെ അദ്വൈതനിഷ്ഠനായ ഒരു ആചാര്യൻ, പരമാചാര്യൻ തൻ്റെ ഗുരുനാഥനെ വന്ദിക്കുന്നത് കാണുമ്പോൾ ഉണ്ടാവുന്ന, കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വൃത്തി നമ്മളിലുണ്ട്, അല്ലേ? അത് വലിയൊരു മാതൃകാ സ്ഥാപനമാണത്. ചിന്തിക്കുക. അപ്പം നമ്മൾ വ്യവഹാരത്തിലും എത്ര കരുതലോടുകൂടി വേണം എന്ന ഒരു സൂചന ഇവിടെയുണ്ട്. ഗുരുവന്ദനം തുടങ്ങിയവ ചെയ്ത് കാണിച്ചു കൊടുക്കുന്നു എന്നുള്ളത്. ഇങ്ങനെ അനേക തലങ്ങൾ നമുക്ക് ഈ ഒരു മംഗളാചരണത്തിൽ കാണാം. ഓം നമോ ബ്രഹ്മാദിഭ്യോ ബ്രഹ്മവിദ്യാ സമ്പ്രദായകർത്തൃഭ്യോ വംശഋഷിഭ്യോ നമോ ഗുരുഭ്യ. ഏതായാലും ഈ മംഗളാചരണ വാക്യം പ്രസിദ്ധമായി, പിന്നെ വളരെ പ്രസിദ്ധമായൊരു മംഗളാചരണ വാക്യമാണ്. ഉഷാവ
അശ്വസ്യ ഇത്യേവമാദ്യ വാചസനൈ ബ്രാഹ്മണോപനിഷത് തസ്യ ഇയം അല്പഗ്രന്ഥ വൃത്തി ആരഭ്യത്തെ സംസാരവ്യാവിവൃത്സുഭ്യഃ സംസാരഹേതു നിവൃത്തി സാധന ബ്രഹ്മാത്മൈകത്വ വിദ്യാ പ്രതിപത്തയേ സാ ഇയം ബ്രഹ്മവിദ്യ ഉപനിഷശബ്ദവാച്യ തത്പരാണാം സഹേതോഃ സംസാരസ്യ അത്യന്ത അവസാദനാത് ഉപനിപൂർവസ്യ സദേഹേ തദർത്ഥത്വാത് താദർത്ഥ്യാത് ഗ്രന്ഥഃ അപി ഉപനിഷദ് ഉച്യത്തെ. നോക്കൂ, ഉഷാവ അശ്വസ്യ ഇത്യേവമാദ്യ വാചസനൈ ബ്രാഹ്മണോപനിഷത് തസ്യാഹ ഇയം അല്പഗ്രന്ഥ വൃത്തിഃ ആരഭ്യത്തെ സംസാരവ്യാവിവൃത്സുഭ്യഃ സംസാരഹേതു നിവൃത്തി സാധന ബ്രഹ്മാത്മൈകത്വ വിദ്യാ പ്രതിപത്തയേ. ഒറ്റ വാക്കാതെ മുറിക്കാൻ പറ്റില്ല, നടുവിൽ മുറിക്കാൻ പറ്റില്ല, ഒരു വാക്കാണ്. സംസാരഹേതു നിവൃത്തി സാധന ബ്രഹ്മാത്മൈകത്വ വിദ്യാ പ്രതിപത്തയേ. സാ ഇയം ബ്രഹ്മവിദ്യ ഉപനിഷത് ശബ്ദവാച്യ തത്പരാണാം സഹേതോഃ സംസാരസ്യ അത്യന്താവസാദനാത് ഉപനിപൂർവസ്യ സദേഹേ തദർത്ഥത്വാത് താദർത്ഥ്യാത് ഗ്രന്ഥഃ അപി ഉപനിഷദ് ഉച്യത്തെ. ഉഷാവ അശ്വസ്യ, അങ്ങനെയാണ് തുടങ്ങുന്നത്. ബൃഹദാരണ്യക ഉപനിഷത്ത് ആരംഭിക്കുന്നത് ഉഷാവ അശ്വസ്യ എന്നുള്ള പദത്തോടു കൂടിയാണ്. അത് അവിടെ എത്തുമ്പോൾ പഠിക്കാം. ഇത്യേവമാദ്യ എന്ന് തുടങ്ങുന്ന ഭാഗം, ഇത്യേവമാദ്യ ഉഷാവാശ്വസ്യ എന്ന് തുടങ്ങുന്നത് വാചസനൈ ബ്രാഹ്മണോപനിഷത്ത്. വാചസനൈ ബ്രാഹ്മണോപനിഷത്താണ്. വാചസനൈ ബ്രാഹ്മണോപനിഷത്ത് എന്ന് പറഞ്ഞാൽ വാചസനയിലെ ബ്രാഹ്മണത്തിലെ ഉപനിഷത്ത്. വാചസനൈ എന്ന് പറഞ്ഞാൽ വാചസനൈ സംഹിത, വാചസനൈ ബ്രാഹ്മണം, വാചസനൈ ആരണ്യകം, വാചസനൈ ഉപനിഷത്ത് എന്നൊക്കെ പറയാം. അത് ശുക്ല യജുർവേദമാണ്. ശുക്ല യജുർവേദത്തിലാണ് വാചസനൈ ശബ്ദം പ്രസിദ്ധമായിരിക്കുന്നത്. വെളുത്ത കുതിരയുടെ ആകൃതിയിൽ സൂര്യഭഗവാൻ യാജ്ഞവൽക്കന് ഉപദേശിച്ചു എന്നുള്ളതാണ് കഥ. അത് കഥയാണ്. ആ കഥ പുരാണ പ്രസിദ്ധമാണ്. വിഷ്ണു പുരാണത്തിൽ വളരെ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട് ആ കഥ. സൂര്യനെ തപസ് ചെയ്ത് പ്രത്യക്ഷനാക്കി വരമായി ആവശ്യപ്പെട്ടത് എനിക്ക് യജുർവേദം ഉപദേശിക്കണേ എന്നായിരുന്നു. അപ്പോൾ സൂര്യൻ ഉപദേശിച്ചു. അതാണ് ശുക്ല യജുർവേദം. അതിനാണ് വാചസനൈ സംഹിത എന്ന് പറയുന്നത്. വാചസനൈ. അപ്പോൾ ഈ വാചസനൈ ബ്രാഹ്മണം, വാചസനൈ ബ്രാഹ്മണത്തിൽ പ്രധാനപ്പെട്ടതാണ് ശതപഥ ബ്രാഹ്മണം. ശതപഥ ബ്രാഹ്മണം. ശതപഥ ബ്രാഹ്മണത്തിന് 8 അധ്യായങ്ങളാണ് ഉള്ളത്. 8 അധ്യായങ്ങൾ മൊത്തം. ആ ബ്രാഹ്മണത്തിൽപ്പെട്ടതാണ് ഈ ഭാഗം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ശതപഥ ബ്രാഹ്മണത്തിൻ്റെ 3-ാം അധ്യായമാണ് ബൃഹദാരണ്യക ഉപനിഷത്തിൻ്റെ 1-ാം അധ്യായം. അപ്പോൾ ബൃഹദാരണ്യക ഉപനിഷത്തിന് എത്ര അധ്യായങ്ങൾ? 6 അധ്യായങ്ങൾ. ഷഷ്ഠാധ്യായിയാണ്.
ഷഡധ്യായി 6 അധ്യായങ്ങളാണ് ഉള്ളത്. അപ്പോൾ ശതപഥ ബ്രാഹ്മണത്തിൻ്റെ 3-ാം അധ്യായമാണ് ഇതിൻ്റെ 1-ാം അധ്യായം. അപ്പോൾ വാചസ്പനേയി ബ്രാഹ്മണമായ ശതപഥ ബ്രാഹ്മണത്തിൻ്റെ ഭാഗമായ ഉപനിഷത്താണ് ഉഷാവ അശ്വസ്യ എന്ന് പറഞ്ഞ് തുടങ്ങുന്നത്. വ്യക്തമാണല്ലോ, ഇത് പരിചയപ്പെടുത്തലാണ്. ഉഷാവ അശ്വസ്യ എന്ന് തുടങ്ങുന്ന മന്ത്രങ്ങളെ ചൂണ്ടിക്കാട്ടിയിട്ട് പറയുകയാണ് ഇത് വാചസ്പനേയി ബ്രാഹ്മണത്തിലെ ഉപനിഷത്താണ്. ലളിതമാണ്, ഒന്നും പ്രത്യേകിച്ചൊന്നും ശ്രദ്ധിക്കാനില്ല. തസ്യാഹ ഇയം അല്പഗ്രന്ഥവൃത്തി ആരഭ്യതേ. തസ്യാഹ അവളുടെ എന്ന് പറഞ്ഞാൽ ഈ ഉപനിഷത്തിൻ്റെ, ഏതുപനിഷത്തിൻ്റെ? വാചസ്പനേയി ബ്രാഹ്മണോപനിഷത്തിൻ്റെ. അപ്പം നമ്മൾ പഠിക്കാൻ പോകുന്ന ഉപനിഷത്ത് എന്താണ്? വാചസ്പനേയി ബ്രാഹ്മണോപനിഷത്താണ്. അങ്ങനെയുള്ള ഉപനിഷത്തിൻ്റെ തസ്യാഹ അല്പഗ്രന്ഥാവൃത്തി, വളരെ ചുരുക്കമായിട്ടുള്ള വൃത്തി, വളരെ ലളിതമായ ഒരു വൃത്തി, അല്ലെങ്കിൽ ചുരുക്കമായ ഒരു വൃത്തി, ചുരുക്കത്തിലുള്ള സംക്ഷിപ്തമായി രേഖപ്പെടുത്തിയ ഒരു വൃത്തി ആരഭ്യത, ഞാൻ എഴുതാൻ തുടങ്ങുകയാണ്, ഇത് ആരംഭിക്കപ്പെടുന്നു. എൻ്റെ ഒരു വ്യാഖ്യാന രൂപമാണത്, വൃത്തിയാണത്. എന്തിനാ വൃത്തി? എന്തിനാ നിങ്ങൾ ആരംഭിക്കണത്? ഒരാള് ഒരു ഗ്രന്ഥം രചിക്കുകയാണെങ്കിൽ ഒരു പ്രയോജനം ഉണ്ടാവണ്ടേ? നമ്മൾ ഗ്രന്ഥം പഠിക്കുകയാണ്, അതിനൊരു പ്രയോജനം ഉണ്ടാവണ്ടേ? നമ്മൾ മാസത്തിൽ ഒത്തുകൂടുന്നു, എന്തിനാ പഠിക്കുന്നതെന്ന് ചോദിച്ചാൽ ഒരു ഗുണമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാ ഒത്തുകൂടുന്ന? എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവണ്ടേ? ഒരു രചന ചെയ്യാണ്, എന്താ പ്രയോജനം? രചനയ്ക്ക് വേണ്ടി രചന, അത് പറ്റില്ല. അപ്പം എന്താണ് പ്രയോജനം ഇതിൻ്റെ? അതാണ് പറഞ്ഞത്, സംസാര വ്യാവിവൃത്സുഭ്യ സംസാരഹേതു നിവൃത്തി സാധന ബ്രഹ്മാത്മൈകത്വ വിദ്യാപ്രതിപത്തയേ. സംസാര വ്യാവിവൃത്സുഭ്യ, സംസാരത്തിൽ നിന്ന് വ്യാവർത്തിക്കണം എന്ന് ഇച്ഛിക്കുന്നവർക്ക് വേണ്ടി, ഈ സംസാരത്തിൽ നിന്നൊന്ന് പിന്തിരിയണം, ഇതിൽ നിന്ന് രക്ഷപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട്, അല്ലാണ്ട് എല്ലാവർക്കും ഉള്ളതല്ല ഇത്. ലോകത്തിലുള്ള എല്ലാവർക്കും ഉപനിഷത്ത് പഠിച്ചോളൂ ഉപനിഷത്ത് പഠിച്ചോളൂ എന്ന് പറയേണ്ട ആവശ്യമില്ല. ഉപനിഷത്ത് അങ്ങനെ എല്ലാവർക്കും കൊണ്ടുപോയി കൊടുക്കേണ്ട വസ്തു അല്ല. പിന്നെ ആർക്കാണോ ഈ സംസാരത്തിൽ നിന്ന് രക്ഷപ്പെടണം എന്ന ആഗ്രഹമുള്ളത്, ഒരാൾ ഈ സംസാരത്തിൽ കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ അയാൾക്ക് ഉപനിഷത്ത് കൊടുക്കണോ? ആവശ്യമില്ല. അയാൾക്കും ശാസ്ത്രമുണ്ട്. ഒരാൾ നമ്മളെ സമീപിച്ച് പറയുകയാണ്, സ്വാമി എന്ന മാതിരി എനിക്ക് കുടുങ്ങണം എന്ന് ആഗ്രഹമുണ്ട്, എനിക്ക് സ്വർഗത്തിൽ പോകണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഈ സംസാരത്തിൽ കുടുങ്ങണം എന്നാണ് അയാളുടെ ആഗ്രഹം. അപ്പോൾ അയാൾ നമ്മൾ പറഞ്ഞു കൊടുക്കണം, നിങ്ങൾ എന്ത് ചെയ്യണം, ഇന്ന മാതിരി യാഗങ്ങൾ ചെയ്തോളൂ. എന്നാൽ ഒന്ന് പറഞ്ഞു തരും, എനിക്കത് അറിയില്ല, ഞാൻ ആ മേഖലയിലുള്ള ആളല്ല. നിങ്ങൾ ഇന്ന ആൾക്കാരുടെ അടുത്ത് പോയിക്കോളൂ, അതൊന്ന് പഠിച്ചോളൂ. എനിക്ക് അർത്ഥശാസ്ത്രം പഠിക്കണം, കൂടുതൽ സമ്പത്ത് നേടണം, അതിലുപരി നമ്മുടെ രാഷ്ട്രത്തെ കൂടുതൽ സമ്പന്നമാക്കി തീർക്കണം, സമാജത്തെ കൂടുതൽ സമ്പന്നമാക്കണം. സന്തോഷം. പക്ഷെ അതിൻ്റെ വിദ്യ എനിക്കറിയില്ല, നീ അറിഞ്ഞാലും പഠിപ്പിക്കാൻ പോകണില്ല, അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്തോളൂ, ഇന്നാളെടുത്ത് പോയി പഠിച്ചോളൂ, ഇല്ലേ? അവിടത്തേക്ക് പറഞ്ഞേ, ഒരു എക്കണോമിക്സും മാനേജ്മെൻറ്റും ഒക്കെ പഠിപ്പിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലേക്കോ വ്യക്തിയുടെ അടുത്തേക്കോ പറഞ്ഞയക്കുക. ഇങ്ങനെ ഓരോന്നിനും അതത് മേഖലയുണ്ട്. ഒന്നും തെറ്റല്ല. ഒരാൾ പറഞ്ഞു എനിക്ക് മോഷണം പഠിക്കണം, നല്ലപോലെ മോഷണം പഠിക്കണം, എന്നാൽ ചൗരശാസ്ത്രം പഠിച്ചോളൂ. ചൗരശാസ്ത്രമുണ്ട്. എന്നാൽ സ്വാമി പഠിപ്പിച്ചു തരൂ, എനിക്കറിയില്ല, നീ അറിഞ്ഞാലും പഠിപ്പിക്കാൻ പോകണില്ല. അപ്പം എന്തുണ്ട്, നീ ഇന്ന സ്ഥലത്ത് പോയിക്കോളൂ, ഇന്നാളെടുത്ത് പഠിച്ചോളൂ. ഇങ്ങനെ ഓരോന്നിനും വ്യത്യസ്തമേ, ഒന്നും തെറ്റല്ല. എന്താ അഭിപ്രായം? ഒന്നും വേണ്ട പറയരുത്. ഒക്കെ ലോകത്തിൽ ഇതൊക്കെ വേണം, അതൊക്കെ ചേർന്നാലേ ലോകമാവുള്ളൂ.
ആ, എന്താ അഭിപ്രായം വേണ്ടേ? ഇതൊക്കെ ചേർന്നതേ ലോകമാവുള്ളൂ, അല്ലെങ്കിൽ ആവില്ല. വെറും പൂ മാത്രമുള്ള പൂന്തോട്ടം ഉണ്ടാവില്ല. അവിടെ മുള്ളും വേണം, ഇലയും വേണം, തണ്ടും വേണം, ദുർഗന്ധവും വേണം, സുഗന്ധവും വേണം, എല്ലാം വേണം, എന്നാലേ ആവുള്ളൂ. അപ്പൊ ഇവിടെ ആരാണോ ഈ സംസാരത്തിൽ നിന്ന് വ്യാവർത്തിക്കണമെന്ന് ഇച്ഛിക്കുന്നവർ, അവർക്ക് മാത്രം, അവർക്ക് വേണ്ടിയാണ് ഇത് എഴുതാൻ പോകുന്നത്, അല്ലാണ്ട് എല്ലാവർക്കും അല്ല. അപ്പം തന്നെ പഠിക്കാൻ വന്ന ഒരു 100 പേരിൽ 90 പേരും പോകും, ഇല്ലേ? ഞങ്ങൾക്ക് വേറെയാണ് പണി, നിങ്ങൾ അവിടെ പോയിക്കോളൂ, ആ ക്ലാസ് പോയിക്കോളൂ. ഒരു യൂണിവേഴ്സിറ്റിയിൽ എല്ലാ ക്ലാസ്സും ഉണ്ടാവും. ചിത്രം വേണ്ട ആൾക്ക് അത് പഠിക്കാം, നൃത്തം വേണ്ട ആൾക്ക് അത് പഠിക്കാം, സംഗീതം വേണ്ട ആൾക്ക് അത് പഠിക്കാം. യൂണിവേഴ്സിറ്റിയിലെല്ലാം ഉണ്ടാവും. എല്ലാവരും എല്ലാ ക്ലാസ്സിലും പോകേണ്ടവരല്ല. ആ തെറ്റിദ്ധാരണ നമ്മൾ മാറ്റണം. നമുക്ക് ഇടക്കാലത്ത് വന്ന ഒരു തെറ്റിദ്ധാരണയാണ്. എല്ലാവർക്കും പോയിട്ട് ഉപനിഷത്ത് പഠിപ്പിക്കും. പല സ്ഥലത്തും ഇന്നും ആ കുഴപ്പമുണ്ട്. കുട്ടികളെയൊക്കെ പിടിച്ചിട്ട് ഗീത പഠിപ്പിക്കുക. ഏത്? അവർക്ക് നല്ല കഥകൾ പറഞ്ഞു കൊടുക്കുക, ധർമ്മബോധകങ്ങളായ കഥകൾ പറഞ്ഞു കൊടുക്കുക, ഗീതാ ശ്ലോകങ്ങൾ പഠിപ്പിക്കുക, ഏറ്റവും നല്ലതാണ്. പക്ഷെ ഗീതാർത്ഥം അവർ കുറച്ച് വലുതാവുമ്പം പഠിക്കേണ്ടതാണ്. കൊച്ചു കുട്ടികളെ പിടിച്ച് ഇരുത്തിയിട്ട് അദ്വൈത സിദ്ധി പഠിപ്പിച്ച് അങ്ങനെ ഉണ്ടാവും. മാണ്ഡൂക്യോപനിഷത്ത് കാരികാസഹിതം ഒരു ഉപകാരം. അപ്പം അധികാരി ഭേദമനുസരിച്ചാണ് ശാസ്ത്ര പഠനം. അപ്പം ആരാണോ സംസാരത്തിൽ നിന്ന് വ്യാവർത്തിക്കാൻ ഇച്ഛിക്കുന്നത് അവർക്ക് വേണ്ടി സംസാരഹേതു നിവൃത്തി സാധന ബ്രഹ്മാത്മൈകത്വ വിദ്യ പ്രതിപത്തയേ ഒറ്റ വാക്കാണ്. സംസാരത്തിൻ്റെ കാരണം എന്താ? സംസാരത്തിൻ്റെ കാരണം അജ്ഞാനം. സംസാരത്തിൻ്റെ കാരണം നിവൃത്തമാകുന്നതിനുള്ള സാധനം. സംസാരത്തിൻ്റെ കാരണമായ അജ്ഞാനത്തിന് നിവൃത്തി ഉണ്ടാകുന്നതിനുള്ള സാധനം എന്നുവെച്ചാൽ ലളിതമായി പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. അജ്ഞാനം ഇല്ലാതാകുന്നതിനുള്ള സാധനം. അതെന്താ സാധനം? ബ്രഹ്മാത്മൈകത്വ വിദ്യയാണ്. ബ്രഹ്മം തന്നെയാണ് ആത്മാവ് എന്നുള്ള ഏകത്വബോധം. സത്യം രണ്ടില്ല. ആത്മാവ് വേറെ, ബ്രഹ്മം വേറെ, അല്ലെങ്കിൽ ജീവാത്മാവ് വേറെ, പരമാത്മാവ് വേറെ, ജീവൻ വേറെ, ഈശ്വരൻ വേറെ എന്നതില്ല. പിന്നെയോ സത്യം ഏകമാണ് എന്നുള്ള വിദ്യ. ആ വിദ്യയുടെ പ്രതിപത്തിക്കായിക്കൊണ്ട്, മനസ്സിലാക്കലിനായിക്കൊണ്ടാണ് ഈ വൃത്തി എഴുതുന്നത്. എന്തിനാണ് നിങ്ങളിപ്പോൾ അത്ര കഷ്ടപ്പെട്ട് വാചസ്സനെ ഈ ബ്രാഹ്മണോപനിഷത്തിന് വൃത്തി എഴുതാൻ പോണത് എന്ന് ചോദിച്ചാൽ മറുപടി ഇതെനിക്ക് വേണ്ടിയിട്ടല്ല. പിന്നെ ആർക്ക് വേണ്ടിയിട്ടാ? സംസാര വ്യാവിവൃത്സുഭ്യ, സംസാരത്തിൽ നിന്ന് വ്യാവർത്തിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട്. വളരെ ചുരുക്കം പേരേ അതുണ്ടാവുള്ളൂ, വളരെ ചുരുക്കം പേര്. നമുക്ക് ഉപനിഷത്തൊക്കെ പഠിക്കണം നമുക്കുണ്ട്. പലതിൻ്റെ കൂട്ടത്തിലൊന്നും ഉപനിഷത്തും. അതെ, അങ്ങനെയല്ലേ? എന്താ അഭിപ്രായം? പലത് പഠിക്കണം, കൂട്ടത്തിൽ ഉപനിഷത്തും പഠിക്കണം. സന്തോഷം, നല്ലതാണ്. ഇതങ്ങനെയുള്ളവർക്കുള്ളതല്ല. ഇത് ഈ സംസാരത്തിൽ നിന്ന് വ്യാവർത്തിക്കണമെന്ന് ഇച്ഛിക്കുന്നവർക്ക് വേണ്ടി. അതിനൊറ്റ വഴിയേ ഉള്ളൂ എൻ്റെ അഭിപ്രായത്തിൽ. അതെന്താണ്? കാരണമില്ലാണ്ടാവണം. ഇപ്പം കാര്യത്തെ മാറ്റി വെച്ചുകൊണ്ട് പ്രയോജനമില്ല. കാര്യത്തെ മാറ്റി വെച്ചാൽ കാരണത്തിൽ നിന്ന് വീണ്ടും കാര്യം ഉണ്ടാവും. അപ്പോഴും കാര്യം മാറ്റി വെച്ചാലോ പിന്നെയും ഉണ്ടാവും. അപ്പം കാരണം നീങ്ങണം. അപ്പം എന്താണ് സംസാരത്തിൻ്റെ കാരണം? സംസാരത്തിൻ്റെ കാരണം അജ്ഞാനമാണ്, അറിവില്ലായ്മയാണ്. ഇപ്പം സംസാരഹേതു നിവൃത്തി സാധനം, അത് അജ്ഞാനം നിവൃത്തമാകുന്നതിനുള്ള സാധനം, അവിദ്യ നീങ്ങുന്നതിനുള്ള സാധനം. ആ സാധനം ഭാഷ്യകാരൻ പറയുകയാണ് ബ്രഹ്മാത്മൈകത്വ വിദ്യ മാത്രമാണ്. നോക്കൂ, നമ്മൾ എത്ര കാലം വരെ പരിമിതികൾ കൽപ്പിക്കുന്നുണ്ടോ അത്രയും കാലം വരെ നമ്മൾ മരണമുള്ളവരാ. ഞാൻ എന്ത് ആനന്ദമാണ്, സത്താണ്, ചിത്താണെന്ന് അറിഞ്ഞിട്ടും പ്രയോജനമില്ല. തന്നിൽ പരിമിതി ഇല്ല എന്ന് മനസ്സിലാവണം.
അപരിമിതമായ സ്വരൂപമാണ് തൻ്റെതെന്ന് അറിയണം. ആ അറിവ് മാത്രമാണ് മോക്ഷഹേതു. അപരിമിതം ബ്രഹ്മമാണ്, ആത്മാ ഞാനാണ്. അപ്പം ഞാൻ അപരിമിതമായ ബ്രഹ്മമാകുന്നു എന്നുള്ള ബോധം, ആ ബോധം നേടുന്നതിന് വേണ്ടി ആർക്ക്? സംസാരത്തിൽ നിന്ന് പിന്തിരിയാൻ ഇച്ഛിക്കുന്നവർക്ക് ബ്രഹ്മാത്മൈകത്വ ബോധം നൽകുന്നതിന് വേണ്ടി അല്പഗ്രന്ഥാവൃത്തി, വളരെ ചുരുക്കമായിട്ടൊരു വ്യാഖ്യാനം, ഒരു വൃത്തി ആരംഭിക്കുന്നു. ആർക്ക്? വാചസനൈ ബ്രാഹ്മണോപനിഷത്തിന്. മനസ്സിലായല്ലോ ഇല്ലേ? ഇവിടെ വിശദമായി ചിന്തിക്കേണ്ട വിഷയം ആത്മബ്രഹ്മൈകത്വ വിദ്യ എങ്ങനെയാണ് മോക്ഷഹേതുവാകുന്നത് തുടങ്ങിയതാണ്. അത് മുന്നോട്ട് പോകുമ്പോൾ വിശദമായി ചർച്ചയ്ക്ക് വിഷയമാക്കേണ്ടതാണ്. ഇപ്പം തന്നെ അത് അത്ര ഗഹനമായ ചർച്ചയിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. മുന്നോട്ട് പോകുമ്പോൾ ചർച്ച വരും. സാ ഇയം ബ്രഹ്മവിദ്യ. ഇവളാണ് ബ്രഹ്മവിദ്യ. ഇവളാണ് ബ്രഹ്മവിദ്യ. സാ ഇയം ബ്രഹ്മവിദ്യ. അപ്പം എന്താ സാ ഇയം കായിയം ബ്രഹ്മവിദ്യ? ആരാണ് ഈ ബ്രഹ്മവിദ്യ എന്ന് ചോദിച്ചാൽ എന്താ മറുപടി? സംസാരഹേതു നിവൃത്തി സാധന ബ്രഹ്മാത്മൈകത്വ വിദ്യ ബ്രഹ്മവിദ്യ. സംസാരത്തിൻ്റെ കാരണമായ അജ്ഞാനത്തെ നിവർത്തിപ്പിക്കുന്നതിന് കാരണമായ ബ്രഹ്മാത്മൈകത്വ വിദ്യയാണ് ബ്രഹ്മവിദ്യ. അത്ര നല്ലൊരു ലക്ഷണം ബ്രഹ്മവിദ്യക്ക് വേറെ കാണില്ല കേട്ടോ. സാ ഇയം ബ്രഹ്മവിദ്യ. ഇവളാണ് ബ്രഹ്മവിദ്യ. ഇവൾക്ക് വേറൊരു പേരുണ്ട്, ഉപനിഷത് ശബ്ദവാച്യ. ഉപനിഷത്തെന്ന് പേരുള്ളവളാണ് ഇവൾ. ഇവളുടെ വേറൊരു പേരാണ് ഉപനിഷത്ത്. അപ്പം ബ്രഹ്മത്തെ ബോധിപ്പിക്കുന്നത് കൊണ്ട് ബ്രഹ്മവിദ്യ പോരാ. വിദ്യ എന്ന് പറഞ്ഞാൽ മോക്ഷകാരിണി ആയിരിക്കണം. മോക്ഷകാരിണിക്കേ വിദ്യ എന്ന് പറയുള്ളൂ. അതാണ് പറയണത് സംസാരഹേതു നിവൃത്തി സാധന ബ്രഹ്മാത്മൈകത്വ വിദ്യ ബ്രഹ്മവിദ്യ. സാ ഉപനിഷത് ശബ്ദവാച്യാച്ച. അവൾക്ക് ഉപനിഷത്ത് എന്നൊരു പേരും ഉണ്ട്. ഉപനിഷത്ത് എന്ന് പേരുള്ളവളാണ് അവൾ, ഈ ബ്രഹ്മവിദ്യ. മനസ്സിലാവുണ്ട്? ഒന്നിച്ചു പോകണ്ടല്ലോ. അപ്പം മനസ്സിലായില്ലേ? അതെന്താ അത് ബ്രഹ്മവിദ്യക്ക് ഉപനിഷത്ത് എന്ന് പറയാൻ കാരണം? ഉപനിഷത്ത് എന്നൊരു പേരെങ്ങനെ ഇട്ടു നിങ്ങളതിന്? പറയാണ് തത്പരാണാം സഹേതോഹോ സംസാരസ്യ അത്യന്ത അവസാദനാത്. തത്പരാണാം, തത്പരന്മാർക്ക്. തത്പരന്മാർക്ക് എന്ന് പറഞ്ഞാൽ അർത്ഥം അതിൽ പരമമായ താത്പര്യത്തോടുകൂടി, അഭിരുചിയോടുകൂടി, ഭക്തിയോടുകൂടി, ശ്രദ്ധയോടുകൂടി അതിനെ സേവിക്കുന്നവർ. ആരെ? ഇവളെ, ഈ ബ്രഹ്മവിദ്യയെ അത്യന്തമായ ശ്രദ്ധയോടുകൂടി സേവിക്കുന്നവർക്ക്, തത്പരന്മാർക്ക് എന്താ കിട്ടുന്നത്? സഹേതോഹോ, ഹേതുവോടുകൂടി, കാരണത്തോടുകൂടി, സംസാരസ്യ അത്യന്ത അവസാദനാത്, സംസാരം തീർത്തും ഇല്ലാണ്ടാകുമെന്നത് കൊണ്ടാണ് ഉപനിഷത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ബ്രഹ്മവിദ്യ ആദ്യം പറഞ്ഞു, എന്നിട്ട് പറഞ്ഞു ബ്രഹ്മവിദ്യയുടെ ഒരു പേരാണ് ഉപനിഷത്ത്. അപ്പോൾ ചോദ്യം വന്നു, സംശയം നമുക്ക് വന്നു, എന്തുകൊണ്ടാണ് ഉപനിഷത്ത് എന്ന് പറയുന്നത്? അപ്പോഴാണ് പറയണത് തത്പരന്മാർക്ക് അത്യന്തം സംസാരം നശിച്ചു പോകുന്നു എന്നുള്ളത് കൊണ്ട് ഉപനിഷത്താണ്. എന്താ ഒന്നും മനസ്സിലാവണില്ലല്ലോ. ഉപനിഷത്തിന് പേര് എന്തുകൊണ്ട് വന്നു എന്നാണ് പറഞ്ഞാൽ, അതിന് ഉപനിഷത്തിന് പേരെന്നങ്ങ് പറഞ്ഞാൽ പോരെ? ഇങ്ങനെയൊക്കെ പറയണോ? തത്പരന്മാർക്ക് ഈ സംസാരം അത്യന്തം നശിച്ചു പോകുന്നു എന്നുള്ളത് കൊണ്ടാണ് ഉപനിഷത്ത് എന്ന് പറയുന്നത്. നിങ്ങൾ എന്തിനു പറഞ്ഞു? ഉപനിപൂർവസ്യ സദേഹേ തദർത്ഥത്വാത്. ഉപനിപൂർവമായ സത് ധാതുവിന് അപ്രകാരം അർത്ഥമുള്ളത് കൊണ്ട്. അപ്പൊ വ്യക്തമായി. നോക്കൂ, ഉപ എന്ന ഉപസർഗവും
നീ എന്ന ഉപസർഗവും അതിനുശേഷം ഷദ്ള് വിശരണഗത്തി അവസാദനേഷു എന്ന ധാതുവും അതിനുശേഷം ക്യുപ് എന്നൊരു പ്രത്യയവും ഒന്നിച്ച് വന്നാലാണ് ഉപനിഷത്ത് എന്നുള്ള ശബ്ദം ഉണ്ടാവുക. ഒന്നുകൂടി പറയാം. ഉപ അധികം നി അധികം ഷദ്ള് അധികം ക്യുപ്. ക്യുപ്പ് സർവലോപിയ, മുഴുവൻ ലോപിച്ചു പോകും. അതിൻ്റെ വ്യാകരണ കാര്യങ്ങളിലേക്കൊന്നും ഇപ്പോൾ കടക്കുന്നില്ല. ക്യുപ്പ് മുഴുവൻ ലോപിച്ചു പോകുന്ന പ്രത്യയമാണ്. അപ്പോൾ ഉപ എന്നുള്ളതിന് അത്യന്ത സമീപത്തിലെന്നർത്ഥം. ഉപ അത്യന്ത സമീപം. നീ എന്നുള്ളതിന് പൂർണ്ണമായും എന്നർത്ഥം. പൂർണ്ണമായും. അപ്പം അത്യന്ത സമീപത്തിൽ പൂർണ്ണമായും ഈ വിദ്യയെ സേവിച്ചാൽ ഷദ്ള് ധാതുവിന് 3 അർത്ഥങ്ങളാണ് പ്രസിദ്ധങ്ങൾ. ഷദ്ള് വിശരണഗതി അവസാദനേഷു. വിശരണം നാശം, ഗതി ഗമനം, അവസാദനം ക്ഷയം. അജ്ഞാനം നശിക്കുന്നു അഥവാ ക്ഷയിക്കുന്നു, കർമ്മബന്ധനം നശിക്കുന്നു അഥവാ ക്ഷയിക്കുന്നു, മോക്ഷഗതിയെ പ്രാപിക്കുന്നു എന്നീ അർത്ഥങ്ങളിലാണ് ഷദ്ള് ധാതു. അപ്പം ചുരുക്കി പറഞ്ഞാൽ, ആരാണോ ഈ ബ്രഹ്മവിദ്യയെ അത്യന്തം അരികെ പൂർണ്ണമായി പ്രാപിക്കുന്നത്, സംശയരഹിതമായി സാക്ഷാത്കരിക്കുന്നത്, അവർ മോക്ഷഗതിയെ പ്രാപിക്കുന്നു, അവരുടെ കർമ്മബന്ധനം നശിക്കുന്നു, അവർ സംസാരബന്ധനം അജ്ഞാനം ഇല്ലാതാകുന്നു. ഈ അർത്ഥത്തിലാണ് ഉപനിഷത്ത് ശബ്ദം. വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. അതാണ് ഉപനിപൂർവസ്യ സദേഹേ തദർത്ഥത്വാത്. ഉപനിപൂർവമായ സദ് ധാതുവിന് ഇപ്രകാരം അർത്ഥമാകുന്നത് കൊണ്ട് ബ്രഹ്മവിദ്യക്ക് ഉപനിഷത്തിന് പേരുണ്ട്. ശ്രദ്ധിക്കുക. താദർത്ഥ്യാത് ഗ്രന്ഥ അപി ഉപനിഷദുച്യതേ. അതിനായിക്കൊണ്ടുള്ളതിനാകയാൽ ഗ്രന്ഥത്തിനും ഉപനിഷത്തെന്ന് പറയും. നോക്കൂ, വാസ്തവത്തിൽ ഉപനിഷത്ത് പരാവിദ്യയാണ്, ബ്രഹ്മവിദ്യയാണ്. ആ ബ്രഹ്മവിദ്യയെ ബോധിപ്പിക്കുന്ന ഗ്രന്ഥത്തിനും ഉപചാരപൂർവം ഉപനിഷത്തെന്ന് പറയും. അങ്ങനെയില്ലേ നമ്മൾ സാധാരണ പറയാറ്? പുസ്തകത്തെ കൊണ്ട് പറയാറുണ്ട്, കണക്ക്, സയൻസ് എന്നൊക്കെ ഇല്ലേ? അതെ. പലപ്പോഴും നമുക്കിപ്പോൾ ഒരു സ്കൂളിൽ നമ്മൾ പഠിക്കുമ്പോൾ പുസ്തകങ്ങൾ മേടിച്ചപ്പോൾ പുസ്തകത്തിൻ്റെ ചട്ടേമ്പിൽ എന്തായിരുന്നുണ്ടായിരുന്ന ജനറൽ സയൻസ് ഇല്ലേ? ഇല്ല. അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് എന്നൊക്കെ എഴുതിയിരുന്നു, ഓർമ്മയില്ല? ചെറിയ കുട്ടികളാവുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്താ വേണ്ടത്? ശരിക്കും അവിടെ എന്താ എഴുതേണ്ടത്? എ ബുക്ക് ഓഫ് മാത്തമാറ്റിക്സ് എന്നാണ് വേണ്ടത്. പക്ഷെ അതില്ലാതെ തന്നെ നമുക്ക് മനസ്സിലാവും എന്ത്? മാത്തമാറ്റിക്സ് എഴുതിയാൽ ഇത് ആ വിഷയം പ്രതിപാദിച്ച പുസ്തകമാണെന്ന് മനസ്സിലാവും. അല്ലേ? ശരിയല്ലേ? അതെ. അപ്പം മാത്തമാറ്റിക്സിൻ്റെ പുസ്തകം എന്ന് പറയാതെ മാത്തമാറ്റിക്സ് എന്ന് മാത്രം പറഞ്ഞാൽ അത് മാത്തമാറ്റിക്സിൻ്റെ പുസ്തകമാണെന്ന് നമ്മൾ മനസ്സിലാക്കും. അതുപോലെ ഉപനിഷത്തിനെ പ്രതിപാദിക്കുന്ന ഗ്രന്ഥത്തെ താദർത്ഥ്യം കൊണ്ട് ഉപനിഷത്തെന്ന് പറയും. അപ്പം നമ്മൾ എവിടെ എത്തിയെന്ന് ആലോചിക്കണേ. എവിടെ എത്തി? ബ്രഹ്മവിദ്യ എന്താന്ന് പറഞ്ഞു, ബ്രഹ്മവിദ്യക്ക് മറ്റൊരു പേര് പറഞ്ഞു, അത് പ്രതിപാദിച്ച പുസ്തകത്തിനും ഉപനിഷത്തെന്ന് പറയാമെന്ന് പറഞ്ഞു. അവിടെ വരെ എത്തി നമ്മുടെ ചർച്ച. നോക്കൂ,
ഉഷാവ അശ്വസ്യ ഇത്യവമാദ്യ വാചസനൈ ബ്രാഹ്മണോപനിഷത് തസ്യാഹ ഇയം അല്പഗ്രന്ഥാവൃത്തി ആരഭ്യത്തെ സംസാര വ്യാവിവൃത്സുഭ്യഃ സംസാരഹേതുനിവൃത്തിസാധന ബ്രഹ്മാത്മൈകത്വ വിദ്യാപ്രതിപത്തയേ സാ ഇയം ബ്രഹ്മവിദ്യ ഉപനിഷശബ്ദവാച്യ തത്പരാണാം സഹേതോഃ സംസാരസ്യ അത്യന്തവസാധനാത് ഉപനിപൂർവസ്യ സദേഹേ തദർത്ഥത്വാത് താദർത്ഥ്യാത് ഗ്രന്ഥഃ അപി ഉപനിഷദുച്യതേ. ഇത്രയും വ്യക്തമാണല്ലോ ഇല്ലേ? നോക്കൂ, സാ ഇയം ഷഡധ്യായി അരണ്യേ അനുച്യമാനത്വാത് ആരണ്യകം ബൃഹത്വാത് പരിമാണതഃ ബൃഹദാരണ്യകം തസ്യാസ്യ കർമ്മകാണ്ഡേന സംബന്ധഃ അഭിധീയതേ. സർവോപ്യേവ അയം വേദഃ പ്രത്യക്ഷ അനുമാനാഭ്യാം അനവഗതേഷ്ടാനിഷ്ടപ്രാപ്തി പരിഹാരോപായ പ്രകാശനപരഃ സർവപുരുഷാണാം നിസർഗതഃ ഏവ തത്പ്രാപ്തി പരിഹാരയോഃ ഇഷ്ടത്വാത് ദൃഷ്ടവിഷയേ ച ഇഷ്ടാനിഷ്ടപ്രാപ്തി പരിഹാരോപായ ജ്ഞാനസ്യ പ്രത്യക്ഷ അനുമാനാഭ്യാമേവ സിദ്ധത്വാത് ന ആഗമാന്വേഷണ. സാ ഇയം ഷഡധ്യായി അരണ്യേ അനുച്യമാനത്വാത് ആരണ്യകം ബൃഹത്വാത് പരിമാണതഃ ബൃഹദാരണ്യകം തസ്യാസ്യ കർമ്മകാണ്ഡേന സംബന്ധഃ അഭിധീയതേ. സർവോപ്യയം വേദഃ പ്രത്യക്ഷ അനുമാനാഭ്യാം അനവഗതേഷ്ടാനിഷ്ടപ്രാപ്തി പരിഹാരോപായ പ്രകാശനപരഃ. അനവഗതേഷ്ടാനിഷ്ടപ്രാപ്തി പരിഹാരോപായ പ്രകാശനപരഃ. അത് തന്നെ. അപ്പം നമ്മളെന്ത് വേണം വെച്ചാൽ തുടർച്ചയായിട്ട് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ നിർബന്ധമായും ഭാഷ്യം കൈവശം വേണം, എന്നാലേ വായിക്കാൻ പറ്റൂ. അങ്ങനുണ്ട് അല്ലേ? അത് വേണ്ടതാണ്. കാരണം കുറേ കാലം പിടിക്കൂതേ. ഇത് മുൻ ഉപനിഷത്തുക്കളെ പോലെയല്ല. ചിലപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് യാത്രക്കാരും ഡ്രൈവർമാരും മാറും, ഒക്കെ മാറും. എന്നാലും സംഗതി മുന്നോട്ട് പോകണം, വണ്ടി മുന്നോട്ട് പോകണം. വണ്ടി നിൽക്കാൻ പാടില്ല. ഡ്രൈവർ മാറിയാലും യാത്രക്കാർ മാറിയാലും വണ്ടി മുന്നോട്ട് അല്ലേ? അങ്ങനെയല്ലേ? അപ്പോൾ അതിന് പുസ്തകം എല്ലാവരും കൈവശം വെക്കണം. അപ്പോൾ സർവപുരുഷാണാം നിസർഗതഃ ഏവ തത്പ്രാപ്തി പരിഹാരയോഃ ഇഷ്ടത്വാത് ദൃഷ്ടവിഷയേ ച ഇഷ്ടാനിഷ്ടപ്രാപ്തി പരിഹാരോപായ ജ്ഞാനസ്യ പ്രത്യക്ഷാനുമാനാഭ്യാം ഏവ സിദ്ധത്വാത് ന ആഗമാന്വേഷണ. സാ ഇയം ഷഡധ്യായി. സാ എന്ന് പറഞ്ഞാൽ അവൾ, ഇയം എന്ന് പറഞ്ഞാൽ ഇവൾ. സാ അവൾ, ഇയം ഇവൾ. ഇപ്പൊ സാ ഇയം എന്ന് പറഞ്ഞാലോ ആ ഇവള്, അവളുണ്ടല്ലോ, അവളാണിവള്. ആര്? ഇപ്പൊ പറഞ്ഞതാ ഉപനിഷ ശബ്ദവാച്യ. ഈ ഉപനിഷത്തെന്ന് പേരുള്ള ബ്രഹ്മവിദ്യയാണ് ഇവള്. എവള് ഇപ്പം നമ്മൾ പഠിക്കണത്. ഈ ഉപനിഷത്ത് സ്ത്രീലിംഗായതുകൊണ്ടാണതേ. ഉപനിഷത്ത് സ്ത്രീലിംഗായതുകൊണ്ടാണ് അവൾ ഇവൾ എന്നൊക്കെ പറയണത്. ഇപ്പം നമ്മൾ പറഞ്ഞ അവളുണ്ടല്ലോ, അവളാണിവള്. സാ ഇയം ഷഡധ്യായി. എത്ര അധ്യായങ്ങളാ? 6 അധ്യായങ്ങളോട് കൂടിയവളാണിവൾ. ഈ ബൃഹദാരണ്യകോപനിഷത്തിന്
6 അധ്യായങ്ങളാ. ആ ബൃഹദാരണ്യോപനിഷത്തൊരു പേര് പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. വാചസ്പതി ബ്രാഹ്മണോപനിഷത്ത് എന്നാണ് പറഞ്ഞത്. ഈ വാചസ്പതി ബ്രാഹ്മണോപനിഷത്ത് 6 അധ്യായങ്ങളോട് കൂടിയവളാണ്. വാചസ്പതി ബ്രാഹ്മണത്തിന് 8 അധ്യായങ്ങളാണ്. വാചസ്പതി ബ്രാഹ്മണ ഉപനിഷത്ത് 6 അധ്യായങ്ങളോട് കൂടിയവളാണ്. അരണ്യേ അനോച്യമാനത്വാത് ആരണ്യകം. കാട്ടിലിരുന്ന് പഠിക്കുന്നതായതുകൊണ്ട് ഇതിന് ആരണ്യകം എന്ന് പേരുണ്ട്. അരണ്യത്തിലിരുന്ന് പഠിക്കുക, കാട്ടിലിരുന്ന് പഠിക്കണം എന്ന് വെച്ചാൽ ഈ കാട്ടിലിരുന്ന് പഠിക്കുക എന്ന് പറഞ്ഞ അർത്ഥം വാനപ്രസ്ഥ ഭാവത്തിൽ മറ്റെല്ലാത്തിൽ നിന്നും ഒരു വിടുതൽ നേടിയെടുക്കാൻ വേണ്ടി, അങ്ങനെ ഉണ്ടല്ലോ, ഈ മസാലേൻ്റെ ഉള്ളിലിരുന്ന് പഠിക്കേണ്ടതല്ല ഇത്. ഇത് നല്ല പഠിക്കാൻ തുടങ്ങുമ്പോൾ അപ്പുറത്ത് വിളിക്കും, ഇപ്പുറത്ത് വിളിക്കും, ഇല്ലേ? അങ്ങനെയല്ലേ? എന്താ കറിക്കുന്ന എന്താ കഷ്ണമുള്ളത്? നിങ്ങൾ അവിടെ ഇരുന്ന് പുസ്തകത്തിന് മുമ്പിൽ ഇരുന്നാൽ മതിയോ എന്ന് പ്രശ്നം വരും. എന്നാൽ ഞാൻ പോവാം, കടയിൽ പോയി വാങ്ങിക്കൊണ്ടുവരാം. വാങ്ങിക്കൊണ്ടുവന്നപ്പോഴാണ് ഉപ്പുണ്ടോ എന്ന് ചോദിക്കുന്നത്. അപ്പം ആദ്യം അപ്പം പറഞ്ഞാൽ പോലെ ഇരുന്നോ, ഇല്ലേ? ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വ്യവഹാരങ്ങളുണ്ട്. അപ്പോഴത്തേക്ക് അപ്പുറത്ത് കുട്ടി കരയാൻ തുടങ്ങും, ഇപ്പുറത്ത് മറ്റേ കുട്ടി എന്നെ കല്യാണം കഴിപ്പിച്ചെന്നില്ലല്ലോ പറയും. ഇതൊക്കെ നടക്കും. പല പ്രശ്നങ്ങളുടെ മധ്യത്തിലിരുന്നൊന്നും ഇത് പഠിക്കാൻ പറ്റില്ല. അത് ഉറപ്പിക്കണം. അപ്പം എന്ത് വേണം? ഇത് പഠിക്കാൻ അനുകൂലമായൊരു സ്ഥലത്തേക്ക് പോകണം. എങ്ങോട്ട് പോകണം? ആരുടെ ശല്യവും ഇല്ല, ഒരാളും ശല്യപ്പെടുത്താനില്ല. കാട്ടിൽ ആരാ വരിക? പത്നി വരുമോ? പതി വരുമോ? അത് പോയി ആ നാട് വിട്ട് പോയി. അതിന് വട്ടായി എന്നാണ് തോന്നുന്നത്. എന്തായാലും പോയി കഴിഞ്ഞ് ഇനിയിപ്പോൾ അതിനെ നോക്കണ്ട പറയില്ലേ? അപ്പോൾ പിന്നെ ആരും ഉപദ്രവിക്കാൻ പോണില്ല. അങ്ങനെ മറ്റെല്ലാത്തിൽ നിന്നൊരു വിടുതൽ നേടിയിട്ട് വേണം. അതാണ്. മറ്റപ്പോൾ നമ്മൾ പഠിച്ച് തുടങ്ങുമ്പോഴത്തേക്ക് എന്നാൽ നിർത്തുക എന്നാ. എന്താണ്? ഭക്ഷണം കഴിക്കാൻ പോകണം, അതിൻ്റെ സമയത്ത് വേണ്ടേ? സമയം തെറ്റിയാൽ പ്രശ്നമില്ലേ? അത് കഴിഞ്ഞാൽ വണ്ടി വരും, അപ്പോൾ പോണ്ടേ? വീട് അവിടെ ഇല്ലേ? വീട്ടിലേക്ക് പോണ്ടേ? അല്ലെങ്കിൽ ഡ്യൂട്ടി, ഇന്ന ഡ്യൂട്ടി ഇല്ലേ? ഇങ്ങനെ പലതും വരും. എല്ലാം വിട്ട് ഇതിൽ തന്നെ അങ്ങോട്ട് സമർപ്പിതമായി പഠിക്കേണ്ടതാകുന്നു. അതുകൊണ്ട് അരണ്യേ അനുച്യമാനത്വാത് ആരണ്യകം, കാട്ടിൽ വെച്ച് ചൊല്ലപ്പെടുന്നതായതുകൊണ്ട് ആരണ്യകം. ബൃഹത്വാത് പരിമാണത, വലിയ പുസ്തകമായതുകൊണ്ട് ബൃഹദാരണ്യകം, വലുതാണത്. ബൃഹത്വാത് പരിമാണത, പരിമാണം അളവ്, വലുപ്പം കൊണ്ട് വലുതായതുകൊണ്ട് ബൃഹത്ത്. അരണ്യത്തിൽ വെച്ച് പഠിക്കേണ്ടതായതുകൊണ്ട് ആരണ്യകം. അല്ലെങ്കിൽ അരണ്യത്തിൽ വസിക്കുന്നവർ പഠിക്കേണ്ടതായതുകൊണ്ടെന്നും പറയാം, ഇല്ലേ? ഒരു വഴി തെളിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ സ്വാമി ഞാൻ കാട്ടുപെട്ടിട്ടാണ് ഉള്ളതെന്നൊക്കെ പറയാറുണ്ട് ചിലത്, ഇല്ലേ? ഇല്ല. ഇപ്പോൾ എവിടെയുള്ളത്? ഇപ്പോൾ ഭൂരിഭാഗം പേരും ഇപ്പോൾ അരണ്യത്തിലാണ്. വഴി അറിയാതെ ഉളറുകയാണ് കാട്ടുപെട്ടാൽ അങ്ങനെയാണ്. ഏരിയ പോകേണ്ടതെന്ന് അറിയില്ല, ഒന്നും അറിയില്ല. അപ്പോൾ കാട്ടുപെട്ടവർക്ക് വഴി കിട്ടാൻ വേണ്ടി പഠിക്കാൻ നല്ലതാണിത്. വലുപ്പം കൊണ്ട് വലുതുമാണ്. അതുകൊണ്ട് ബൃഹദാരണ്യകം പേരുമായി. അപ്പം എന്തായി? ബൃഹദാരണ്യകോപനിഷത്തായി. അപ്പം അതുവരെ പറഞ്ഞത് എന്താണ്? വാചസ്പതി ബ്രാഹ്മണോപനിഷത്ത്. അപ്പം അത് മാറ്റി ബൃഹദാരണ്യകോപനിഷത്താണ് ഇവളുടെ പേര്. തസ്യാസ്യ കർമ്മകാണ്ഡേന സംബന്ധ അഭിധീയത. അപ്പോൾ ഒരു സംശയം വന്നു. എന്താ സംശയം? നമ്മൾ കഠോപനിഷത്ത് പ്രത്യേക ഒരു ഉപനിഷത്തായിട്ടാണ് പഠിച്ചത്. കേനോപനിഷത്ത് ബ്രാഹ്മണത്തിൻ്റെ ഭാഗമായിട്ടാണ് പഠിച്ചത്. ഈശാവാസ്യോപനിഷത്ത് സംഹിതയുടെ ഭാഗമായിട്ടാണ് പഠിച്ചത്. അതുപോലെ ഇതെങ്ങനെയാണ്? അപ്പം പറയുന്നത് ബ്രാഹ്മണത്തിൻ്റെ ഭാഗമാണ്. ഇത് ശതപഥ ബ്രാഹ്മണത്തിൻ്റെ 3-ാം അധ്യായം മുതൽക്കാണ്. അപ്പോൾ അതുമായിട്ടൊരു ബന്ധം ഉണ്ടാവണമല്ലോ. ബന്ധമില്ലാത്തത് ചേർത്ത് വെക്കൂലല്ലോ. ശരിയല്ലേ പറഞ്ഞേ? ചേർത്ത് വെക്കണമെങ്കിൽ ഒരു സ്ഥലത്ത് 6 പേര് ഒരു സ്ഥലത്ത് ഇരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ 8 പേര് ഒരു സ്ഥലത്ത് 8 പേര് കൂട്ടുക. 8 അധ്യായങ്ങളാണല്ലോ. അപ്പോൾ 8 പേര് ഒന്നിച്ചിരിക്കണമെങ്കിൽ ആ 8 പേര് തമ്മിൽ സംബന്ധം വേണ്ടേ? വേണം. അപ്പം ഇതിന് കർമ്മകാണ്ഡവുമായുള്ള സംബന്ധം എന്താണ്? വേദത്തിൻ്റെ
കർമ്മകാണ്ഡവുമായി എന്താണ് സംബന്ധം? അത് പറയാം, കേട്ടോളൂ. അഭിധീയതേ പറയുന്നു, സർവോപ്യയം വേദ, ഈ വേദം മുഴുവൻ തന്നെ, അയം വേദ, അയം വേദ, അയം എന്ന് പറഞ്ഞാൽ ഇവൻ എന്നർത്ഥം, പുല്ലിംഗാണ്. വേദ പുല്ലിംഗമാണ്. അപ്പോൾ അയം വേദ എന്ന് പറഞ്ഞാൽ ഈ വേദം, ഇവൻ വേദം എന്ന് പറയേണ്ട. ഈ വേദം സർവോപ്യയം വേദ, വേദം മുഴുവൻ തന്നെ, മുഴുവൻ വേദവും എന്തിനു വേണ്ടിയിട്ടാണ് നിലകൊള്ളുന്നത്? പ്രത്യക്ഷാനുമാനങ്ങളെ കൊണ്ട് തിരിച്ചറിയാൻ കഴിയാത്ത ഇഷ്ടാനിഷ്ടപ്രാപ്തി പരിഹാരോപായ പ്രകാശനപരമാണ് വേദം മുഴുവൻ. വേദം മുഴുവൻ ഇഷ്ടാനിഷ്ടോപായ പ്രാപ്തി പ്രകാശനപരമാണ്. മനസ്സിലായില്ല? അതായത് ജീവിതത്തിൽ നമുക്കൊക്കെ ഇഷ്ടം ഉണ്ടാവണം, അനിഷ്ടം ഇല്ലാതാവണം. അതല്ലേ ആഗ്രഹമില്ലേ? അനിഷ്ടം വേണമെന്ന് ആഗ്രഹമുണ്ടോ? ഇല്ല. ഇഷ്ടം വേണ്ടെന്ന് ആഗ്രഹമുണ്ടോ? അതും ഉണ്ടാവില്ല. അപ്പോൾ ജീവിതത്തിൽ നമ്മളൊക്കെ തന്നെ ഇഷ്ടം നേടാനും അനിഷ്ടം ഇല്ലാതാക്കാനും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇഷ്ടാനിഷ്ടപ്രാപ്തിക്കുള്ള പരിഹാരം എന്താണ് എന്നുള്ളതിനെ പ്രകാശിപ്പിക്കുന്നതാണ് വേദം. ഇഷ്ടമായത് എങ്ങനെ നേടാം? ഈ ഇഷ്ടം മാറി മാറി വരാം, ഇല്ലേ? ഇഷ്ടം മാറി വരാം, പക്ഷെ എല്ലായ്പ്പോഴും ഇഷ്ടമുണ്ട്. അനിഷ്ടം പരിഹരിക്കണം എന്നുള്ളതും എല്ലായ്പ്പോഴും ഉണ്ട്. അപ്പോൾ ഇഷ്ടാനിഷ്ടപ്രാപ്തി പരിഹാരോപായ പ്രകാശനപരഹ, ഇഷ്ടപ്രാപ്തിയും അനിഷ്ടപരിഹാരവും. എന്താണ് ഇഷ്ടപ്രാപ്തി, അനിഷ്ടപരിഹാരം? അതാണ്. അതിനുള്ള ഉപായങ്ങൾ എന്താണ്? എങ്ങനെ ഇഷ്ടത്തെ പ്രാപിക്കും? എങ്ങനെ അനിഷ്ടത്തെ പരിഹരിക്കും? ഇതിൻ്റെ ഉപായങ്ങൾ എന്താണ് എന്നുള്ളതിനെ കാണിക്കുന്നതാണ് വേദം. മറക്കരുതേ, ജീവിതത്തിൽ നമുക്കൊക്കെ തന്നെ ഇഷ്ടപ്രാപ്തിക്കുള്ള ഉപായവും അനിഷ്ടപരിഹാരത്തിനുള്ള ഉപായവും കാണിച്ചു തരുന്ന ആളാണ് വേദം എന്ന് തീർത്തും പറയാൻ പറ്റില്ല. അതെന്താ അങ്ങനെ പറഞ്ഞേ? അതാണ് പറയണത്, പ്രത്യക്ഷാനുമാനാഭ്യാം അനവഗത. പ്രത്യക്ഷാനുമാനങ്ങളെ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റാത്തതാണ് വേദം പറഞ്ഞു തരുന്നത്. നോക്കൂ, ഒരാൾക്ക് കൈക്കൊരു പൊള്ളലേറ്റു വിചാരിച്ചു, അല്ലെങ്കിൽ ഒരു മുറിവ് പറ്റി വിചാരിച്ചു, ഒരു മുറിവ് പറ്റി. അനിഷ്ടായില്ലേ? അനിഷ്ടായി. ഇനിയിപ്പോൾ എന്ത് വേണം? അനിഷ്ടം പരിഹരിക്കണം. ഈ അനിഷ്ടം പരിഹരിക്കാൻ വേദം പഠിക്കണോ? എന്താ വേണ്ട? വേണ്ട. പിന്നെ എന്ത് ചെയ്താൽ മതി? മരുന്ന് പുരട്ടുക. മരുന്ന് പുരട്ടിയാൽ മതി. ആ മരുന്ന് പലതാവാം. എന്നാ മരുന്ന് തന്നെ കൊള്ളണമെന്നൊന്നും പറയണില്ല. വെണ്ണീറോ മഞ്ഞളോ അവിടുന്ന് അങ്ങോട്ട് വന്നിട്ട് എന്ത് സാധനമായാലും കുഴപ്പമില്ല. വല്ല പുല്ലിൻ്റെ നീരോ തുളസിയുടെ നീരോ ഇന്നതൊന്നുമില്ല, എന്തും ആവാം. തേനോ പലതും ആവാം. ഇത് ടൂത്ത് പേസ്റ്റ് അടക്കം വെക്കുന്നുണ്ട് പൊള്ളിയിട്ട്, ഇല്ലേ? അതൊക്കെ ഉണ്ട്. ആ ഗുണമുണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ലേ. അങ്ങനെയൊക്കെ ആൾക്കാർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ലോകത്തിൽ നമുക്കുള്ളതായ അറിയുന്ന ഇഷ്ടാനിഷ്ട പ്രാപ്തി പരിഹാരോപായത്തിന് വേദം പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അത് പ്രത്യക്ഷമാണ്. അതുപോലെ അനുമാനിച്ച് നമുക്ക് നേടാവുന്ന ഇഷ്ടാനിഷ്ട പ്രാപ്തി പരിഹാരമുണ്ട്. ഇപ്പം നേരത്തെ പൊള്ളലിനെടുക്കുക. ഇപ്പം പൊള്ളി എന്ന് പറഞ്ഞാൽ ചൂട് പിടിച്ചു. അപ്പോൾ വേഗം നമ്മൾ അനുമാനിച്ചു, എന്ത്? വെള്ളത്തിൽ വെച്ചാൽ മതി എന്ന് അനുമാനിച്ചു. വെള്ളത്തിൽ വെച്ചെടുക്കരുതേ. ആരെങ്കിലും പൊള്ളലേറ്റ് വെള്ളത്തിൽ വെച്ച് അങ്ങനെ പൊക്കിയെടുത്തിട്ട് ഒന്നായിട്ട് പൊള്ളച്ച് വ്രണായിട്ട് ചിദാനന്ദപുരി സ്വാമിയെ കുറ്റം പറയരുത്. എന്നാൽ വെള്ളത്തിൽ 2 സനക്കാണ്ട് വെച്ച് നോക്കോ, ഒരു പൊള്ളൽ കേൾക്കില്ല. മിനിമം 1 ദിവസമെങ്കിലും വെക്കണം.
വെള്ളത്തിൽ. അല്ലാണ്ട് എടുത്തു കഴിഞ്ഞാൽ പൊള്ളലാവും, വ്രണാവും, എല്ലാം കൂടി പ്രശ്നമാവും. പിന്നെ ഇപ്പോഴത്തേക്ക് ആരും വരരുത്. സ്വാമി പറഞ്ഞത് കേട്ടിട്ട് ഇത്ര വലിയ വ്രണമായി പറഞ്ഞത്. നമുക്ക് പറ്റുന്ന കുഴപ്പം അതാണ്. അത് അനുമാനത്തിൽ നിന്ന് വരുന്നത്, പ്രത്യക്ഷമല്ല. കാരണം അതാരും ചെയ്ത് കണ്ടിട്ടില്ല. പക്ഷെ നമ്മൾ അനുമാനിക്കും, കാരണം ഇത് ചൂടുകൊണ്ടാണല്ലോ, അപ്പോൾ തണുപ്പാക്കിയ സുഖമായിരിക്കും അനുമാനം. അപ്പോൾ പ്രത്യക്ഷം കൊണ്ടും അനുമാനം കൊണ്ടും ഇഷ്ടപ്രാപ്തിയോ, ഇപ്പോൾ മധുരം വേണമെന്നൊരാഗ്രഹം, അപ്പോൾ ഒരു മധുരമുള്ള വസ്തു കഴിച്ചു, പഞ്ചസാര കഴിച്ചു, അല്ലെങ്കിൽ ശർക്കര കഴിച്ചു, അല്ലെങ്കിൽ അത് ചേർത്ത വസ്തു കഴിച്ചു, അങ്ങനെ ആവാമല്ലോ പലഹാരങ്ങളൊക്കെ. അതെന്താണ്? ഇഷ്ടപ്രാപ്തിക്കുള്ള പ്രത്യക്ഷോപായമാണ്. അനിഷ്ടപ്രാപ്തിക്കുള്ള പ്രത്യക്ഷോപായം. ഭക്ഷണം കഴിച്ചപ്പോൾ വല്ലാതെ എരിഞ്ഞു പോയി, വല്ലാതെ എരിവ്, അപ്പോൾ കുറച്ച് മോര് കഴിച്ചു, അല്ലെങ്കിൽ മധുരം കഴിച്ചു, അത് പ്രത്യക്ഷമാണ്, പ്രത്യക്ഷ പരിഹാരമാണ്. ഇങ്ങനെ പ്രാപ്തിക്കും പരിഹാരത്തിനും പ്രത്യക്ഷമായ ഉപായം അറിയുന്നിടത്ത് വേദത്തിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇതുപോലെ അനുമാനം കൊണ്ട് അറിയാവുന്നതാണെന്ന് വെച്ചാലും വേദത്തിലേക്ക് പോകണ്ട. എന്നാൽ പ്രത്യക്ഷം കൊണ്ടും അനുമാനം കൊണ്ടും നമുക്ക് മനസ്സിലാവാത്ത ഒരുപാട് മേഖലകളുണ്ട്. അപ്പം മനുഷ്യൻ്റെ പ്രത്യക്ഷ ജ്ഞാനത്തിന് വലിയ പരിമിതിയുണ്ട്, ഇല്ലേ? എന്താ അഭിപ്രായം? ഇല്ല. പ്രത്യക്ഷ ജ്ഞാനത്തിന് വലിയ പരിമിതിയുണ്ട്. ഒരാൾ പറയുകയാണ്, ഒരാൾ ഓടി വരുന്നു, സ്വാമി ഒന്ന് എൻ്റെ കണ്ണിൽ പൊടിയുണ്ടോ നോക്കൂ. അയാളെ കണ്ണിന് ധാരധാരയായിട്ട് വെള്ളം അങ്ങനെ ഒഴുകുന്നുണ്ട് അയാളെ കണ്ണെന്ന്. എന്നിട്ട് അയാൾ ഈ വിഡ്ഢിത്തരം പറയണത്, എന്ത് സ്വാമി എൻ്റെ കണ്ണിൽ വല്ല പൊടിയായിട്ടുണ്ടോ എന്ന് നോക്കൂ. എടാ നീ എന്തുകൊണ്ടാണ് കാണുന്നത്? നീ എന്തുകൊണ്ടാണ് കാണുന്നത്? എന്തുകൊണ്ടാ? കണ്ണുകൊണ്ട്. നിന്റെ കണ്ണ് പൊടിയായിട്ടുണ്ടോ എന്ന് ഞാൻ നോക്കണോ? നീ ലോകത്തെ മുഴുവൻ കാണാൻ ഉപയോഗിക്കുന്ന കരണമാണ് കണ്ണ്. അതിൽ പൊടിയുണ്ടോയെന്ന് കാണാൻ എൻ്റെ സഹായം നിനക്ക് വേണോ? ചോദ്യം. എന്താ മറുപടി? അതിസന്നികർഷാത്, അത്യന്തം സമീപമായൊരു വസ്തുവെ അറിയാൻ ഇന്ദ്രിയത്തിന് കഴിയില്ല. അതിവിപ്രകൃഷ്ട, വളരെ ദൂരെയുള്ള വസ്തുവിനെ കാണാനും കഴിയില്ല. ഒരു നിശ്ചിത പരിധിക്കുള്ളിലുള്ളത് കാണാനും കേൾക്കാനും രുചിക്കാനും മണക്കാനും സ്പർശിക്കാനും മാത്രമേ നമുക്ക് കഴിയൂ. അത് നമ്മുടെ പരിമിതികളാണ്. എല്ലാ ശബ്ദവും കേൾക്കാൻ നമുക്ക് കഴിയില്ല. നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ശബ്ദങ്ങൾ പട്ടി, പൂച്ച തുടങ്ങിയവരൊക്കെ കേൾക്കണുണ്ട്, ഇല്ലേ? ഉണ്ട്. പട്ടിയുടെ ഒക്കെ കേൾവി ശക്തി എന്താ! അയ്യോ, നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത കേൾവി ശക്തിയാണ് പട്ടിക്ക്. അതുപോലെ കാഴ്ചശക്തി, മണക്കാനുള്ള ശക്തി, എല്ലാ ഇന്ദ്രിയങ്ങളുടെയും. അപ്പം മനുഷ്യൻ്റെ പരിമിതിയുണ്ട്, ആ പ്രത്യക്ഷ പരിമിതിയുണ്ട് പ്രത്യക്ഷ ജ്ഞാനത്തിന്. ഇനി പറയട്ടെ, അനുമാനത്തിന് പരിമിതിയില്ലേ? ഇല്ല. ഇന്ന് വരെ, ഈ നിമിഷം വരെ നമ്മൾ പ്രത്യക്ഷത്തിലൂടെ അറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പരിമിതമാണ് നമ്മുടെ അനുമാനം. ശരിയാണോ അല്ലയോ? അതെ. നമ്മൾ ഒരു വനപ്രദേശത്താണ്. വനപ്രദേശത്ത് ഒരു മനുഷ്യൻ കൂക്കി വിളിക്കുന്നു, നമ്മളിത് കേൾക്കുന്നു. അപ്പം നമ്മളിത് കേൾക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കണം എന്താണെന്ന് ചോദിച്ചാൽ, അയാൾ കൂക്കി വിളിക്കുന്നു, അത്രയേ ഉള്ളൂ. വേറൊന്നും നമുക്ക് മനസ്സിലാവണില്ല. പക്ഷെ അറിയുന്ന ആൾക്കറിയാം, ഫോറസ്റ്റ് ഗാർഡുമാർ വരുന്നുണ്ട്, അതുകൊണ്ട് മരം മുറി നിർത്തിയിട്ട് വേഗം മാറിക്കോളൂ എന്ന് മുറിക്കുന്നവർക്ക് സൂചന കൊടുക്കുകയാണ് ഇവൻ. അതൊരു പ്രാവശ്യം മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു കൂക്കൽ കേട്ടു. അപ്പോൾ നമ്മളെന്ത് മനസ്സിലാക്കി? അത് ഫോറസ്റ്റ് ഗാർഡുമാർക്കുള്ള, അവർ വരുന്നുണ്ട്, അതുകൊണ്ട് മാറിക്കോന്നുള്ള സൂചന. തെറ്റ്
ആ കൂക്കിയിൽ വ്യത്യാസം ഉണ്ടായിരുന്നു. എന്നാൽ മൃഗം വരുന്നുണ്ട് എന്നുള്ള കൂക്കിയാണ് അത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഞാൻ കടുവയുടെ വായിപ്പെടും. എന്തുകൊണ്ട് എനിക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല? ചോദ്യം. അതാണ് പറയുന്നത്, അനുമാനം ഇന്നലെ വരെ ഉള്ള അഥവാ ഈ നിമിഷം വരെയുള്ള പ്രത്യക്ഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിമിതമാണ്. ഇവിടെ തന്നെ ഒരു പ്രൊഫസർ പറയുകയുണ്ടായിട്ടുണ്ട്. അദ്ദേഹം ഈ തർക്കശാസ്ത്രം പഠിപ്പിക്കുന്ന സമയത്ത് കോളേജിൽ വെച്ചിട്ട്, കോളേജിലാണ്, പ്രാക്ശാസ്ത്രി ക്ലാസ്സിലാണ്. അത് ശാസ്ത്രീയ ക്ലാസ്സാണോ എന്നറിയില്ല. ഏതായാലും പ്രാക്ശാസ്ത്രി എന്ന് പറഞ്ഞാൽ +1 +2 ശാസ്ത്രി എന്ന് പറഞ്ഞാൽ ഡിഗ്രി, ഇത്രയേ ഉള്ളൂ, BA. ഏതിലാന്നറിയില്ല. അപ്പം അദ്ദേഹം ഈ തർക്കം പഠിപ്പിക്കുമ്പോൾ പറഞ്ഞു അത്രേ, ദൂരെ പർവ്വതത്തിൽ പുകയുണ്ട്, നിങ്ങൾ എന്ത് മനസ്സിലാക്കും എന്നാണ്. അവിടെ തർക്കശാസ്ത്രത്തിൽ പറയേണ്ടത് എവിടെ പുകയുണ്ടോ അവിടെ അഗ്നിയുണ്ടെന്ന് മനസ്സിലാക്കുന്നതാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷെ അപ്പോൾ ക്ലാസ്സിലെ കുട്ടികൾ പറഞ്ഞത്രേ അവിടെ നാടൻ ചാരായം കാശിനുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. കാരണം അവരുടെ നാട്ടിൽ ഏറ്റവും അധികം നാടൻ ചാരായം ഉത്പാദിപ്പിക്കുന്ന സ്ഥലമാണ്. എന്നിട്ട് ഇത് വലിയ വീപ്പകളിലാക്കി കൊണ്ടുവന്ന് തോണിയുടെ അടിയിൽ കിട്ടും. അതുകൊണ്ട് എപ്പോഴും ആളില്ലാത്ത തോണികൾ എപ്പോഴും പോയിക്കൊണ്ടേയിരിക്കും. അപ്പം നമ്മൾ വിചാരിക്കും എന്ത് നഷ്ടം അവർക്ക്, പാവട്ടോ, യാത്രക്കാരെ കിട്ടിയില്ലല്ലോ, മീനൊന്നും കിട്ടിയില്ല എന്ന് വിചാരിക്കും. സംഗതി ഇത് കടത്തുകയാണ്. തോണിയുടെ അടിയിലാണ് വീപ്പ കെട്ടുക, അതിലാണ് നല്ല ചാരായം വെച്ചിട്ടുള്ളത്. അപ്പോൾ പർവ്വതോയം അഗ്നിമാൻ, ഈ പർവ്വതം അഗ്നിയുള്ളതാണ്. കസ്മാത് ധൂമവത്വാത്, പുകയുണ്ട് എന്നുള്ളത് കൊണ്ട്. പുനഃ കസ്മാത്, പിന്നെ എന്തുകൊണ്ട്? എത്ര എത്ര ധൂമഃ തത്ര തത്ര അഗ്നി, എവിടെ എവിടെ പുക ഉണ്ടോ അവിടെ അവിടെ അഗ്നി ഉണ്ടായിരിക്കണം. ഇതാണ് ന്യായം പറയേണ്ടത്. പക്ഷെ കുട്ടികളെന്ത് മനസ്സിലാക്കി? അത് ചാരായം കാശിനുണ്ടെന്ന് മനസ്സിലാക്കി. കാരണം അവരുടെ ഇന്നലെ വരെയുള്ള അറിവിൻ്റെ അടിസ്ഥാനത്തിൽ പരിമിതമാണ് ഇന്നത്തെ അനുമാനം. ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പം രണ്ടിനും പരിമിതി ഉണ്ടെന്ന് അർത്ഥം. അപ്പം പ്രത്യക്ഷം കൊണ്ടും അനുമാനം കൊണ്ടും മനസ്സിലാക്കാൻ കഴിയാത്തതിനെ മനസ്സിലാക്കാനുള്ള ഉപായമാണ് ആഗമം, വേദം. ഇപ്പം പ്രത്യക്ഷം കൊണ്ടും അനുമാനം കൊണ്ടും അറിയാൻ കഴിയാത്ത ഇഷ്ടാനിഷ്ടപ്രാപ്തി പരിഹാരോപായ പ്രകാശനപരമാണ് വേദം. മനസ്സിലായല്ലോ? മനസ്സിലായില്ലേ? സർവപുരുഷാണാം നിസർഗതഃ ഏവ തത് പ്രാപ്തി പരിഹാരയോ ഇഷ്ടത്വാത്. സർവമനുഷ്യന്മാർക്കും, എല്ലാ മനുഷ്യന്മാർക്കും നിസർഗതഃ ഏവ, സൃഷ്ടിയിൽ തന്നെ, ജന്മനാ തന്നെ, നമുക്കൊക്കെ ജന്മനാ തന്നെ ആ പ്രാപ്തി പരിഹാരങ്ങൾക്ക് ഇഷ്ടമുണ്ട്. ദ്വിവചനമാണ്, പ്രാപ്തിക്കും പരിഹാരത്തിനും. എന്ത് പ്രാപ്തി? ഇഷ്ടപ്രാപ്തി. എന്ത് പരിഹാരം? അനിഷ്ടപരിഹാരം. അപ്പം ഇഷ്ടം പ്രാപിക്കണമെന്നും അനിഷ്ടം പരിഹരിക്കണമെന്നുമുള്ള ആഗ്രഹം എല്ലാ ജീവികൾക്കും ജന്മന ഉണ്ട്. ഇല്ലേ? ഉണ്ട്. കൊച്ചു കുഞ്ഞ് ഇങ്ങനെ മുട്ടിട്ടഴിഞ്ഞ് നീങ്ങി ഒരു വിളക്കിൻ്റെ തിരി സ്പർശിച്ചു. അപ്പോഴോ ഒട്ടനെ കൈവലിക്കും. ഇനി ആ കുട്ടിയെ ആ വിളക്കിൻ്റെ അടുത്ത് കിടത്തിയ ഒരു പ്രശ്നമില്ല, അത് തൊടില്ല. ഒറ്റ പ്രാവശ്യമേ തൊടുള്ളൂ, രണ്ടാമത് തൊടില്ല. കാരണം അതൊരു പ്രാവശ്യം മനസ്സിലാക്കി. എന്ത്? അനിഷ്ട പരിഹാരോപായം, കൈ ഉടനെ വലിക്കണം എന്നുള്ളത്. അതുകൊണ്ട് മുത്തശ്ശിമാരൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. ഇല്ല? ഉണ്ട്, ചെയ്യണം. കൊച്ചുനാളിൽ മുത്തശ്ശിമാർ ചെയ്യുന്ന പരിപാടി അതൊക്കെ ചെയ്യണം. എന്നാലേ പ്രായോഗിക ബോധം ഉണ്ടാവുള്ളൂ. ഇതിപ്പോൾ അതൊന്നും ഇല്ലാണ്ട് കുട്ടികളെ വളർത്തിയിട്ട് എന്താ ലോകം എന്നറിയാണ്ട നമ്മുടെ മക്കൾ വളരണത്. വലിയ കഷ്ടമാണ്. അവിടെ ഇന്ന് കൊണ്ടുപോയിട്ട് പൊള്ളിക്കേണ്ട കേട്ടോ. അത് നിസർഗതഃ, അത് സ്വാഭാവികമായിട്ട് ചെയ്യേണ്ടതാണ് അതൊക്കെ. അപ്പോൾ
ഇത് ജന്മന നമുക്കൊക്കെ ഉണ്ട്. എന്ത്? ഇഷ്ടപ്രാപ്തിക്കും അനിഷ്ട പരിഹാരത്തിനും ഉള്ള ഇഷ്ടം നമുക്കൊക്കെ നിസർഗതഃ ഏവ, സംശയമില്ലല്ലോ. ദൃഷ്ടവിഷയത്തിൽ ഇഷ്ടാനിഷ്ടപ്രാപ്തി പരിഹാരോപായ ജ്ഞാനസ്യ പ്രത്യക്ഷ അനുമാനാഭ്യാമേവ സിദ്ധത്വാത്. ദൃഷ്ടവിഷയങ്ങളെ സംബന്ധിച്ച് ഇഷ്ടപ്രാപ്തിയും അനിഷ്ടപരിഹാരവും പ്രത്യക്ഷാനുമാനങ്ങളെ കൊണ്ട് തന്നെ മനസ്സിലാക്കാവുന്നതാണ്. ഉദാഹരണം, ഒരാളുടെ തലയിൽ തേങ്ങ വീണു. ഒന്നുകിൽ അയാൾ ചത്തുപോയി, അല്ലെങ്കിൽ പരുക്ക് പറ്റി ആശുപത്രിയിലായി. അപ്പോൾ തലയിൽ തേങ്ങ വീണാൽ എന്ത് പറ്റും? കുഴപ്പം പറ്റും. അപ്പോൾ അത് അനിഷ്ടം വരും. ഈ അനിഷ്ട പരിഹാരം ഉണ്ടാവണം. അതുകൊണ്ട് തെങ്ങിൻ്റെ ചോട്ട് പോയിട്ട് ഇരിക്കരുത്, അല്ലേ? ശരിയല്ലേ? എന്താ? പ്രത്യേകിച്ച് ഇക്കാലത്ത് ഇപ്പോൾ വാട്ടം തെങ്ങിന് നല്ല ചൂടുള്ള സമയമാണ്, നല്ല വാടിയിട്ടുണ്ടാവും, വീഴാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് വെറുതെ തെങ്ങിൻ്റെ അടിയിൽ പോയി ഇരുന്നിട്ട് തെങ്ങിനെ കുറ്റം പറയുന്ന അവസ്ഥ ഉണ്ടാവരുത്. അത് അനുമാനമാണ്. അത് പ്രത്യക്ഷം അനുഭവിച്ചിട്ടാവാം എന്ന് പറയുമോ? ഒരു പ്രാവശ്യം വീഴട്ടെ സ്വാമി, എന്നിട്ട് നോക്കാം എന്നാരെങ്കിലും പറയാറുണ്ടോ? ഇല്ല, അങ്ങനെ ഇല്ല. അത് ചിന്തിക്കുക. അപ്പോൾ പ്രത്യക്ഷം കൊണ്ടും അനുമാനം കൊണ്ടും ഇഷ്ടപ്രാപ്തിയും അനിഷ്ടപരിഹാരവും അറിയുന്ന വിഷയത്തിൽ ആഗമാന്വേഷണ ആരും വേദം അന്വേഷിക്കാറൊന്നുമില്ല. ഉണ്ടോ? എന്താ അഭിപ്രായം? ഇല്ല. ഇവിടെ തന്നെ ഒരു കൂട്ടർ വന്നു കേട്ടോ. ഇത് കഥയല്ല, ഉണ്ടായ സംഭവം. അപ്പോൾ ഒരു 5-6 പേരുണ്ട്. രാവിലെ നേരത്തെയാ. എങ്ങോട്ടാ നിങ്ങളൊക്കെ കൂടി പോണത്? ഞങ്ങൾ ജ്യോത്സ്യൻ്റെ അടുത്തേക്ക് പോവാ സ്വാമി. അപ്പോൾ ജ്യോത്സ്യൻ്റെ അടുത്തേക്ക് പോണ വഴി ഇവിടെ സ്വാമീനെ ഒന്ന് കണ്ട് ഒന്ന് ഒരു ഐശ്വര്യമായിട്ട് പോവാം എന്നൊക്കെ വിചാരിച്ചിട്ട് വന്നതാണ്. ശരി, സന്തോഷം. എന്താ പ്രശ്നം? ജ്യോത്സ്യൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ പ്രശ്നമാണല്ലോ ചോദിക്കുന്നുണ്ട്, അല്ലേ? പ്രശ്നമുള്ളവരാണല്ലോ പോവുക. അപ്പോൾ അമ്പലത്തിന് തീ പിടിച്ചു. നാലമ്പലത്തിന് തീ പിടിച്ചു. അപ്പോൾ എന്തുകൊണ്ടാണ് തീ പിടിച്ചതെന്ന് അന്വേഷിക്കണം. അതിന് വേണ്ടിയിട്ടാണ്. എന്നുവെച്ചാൽ അവിടെ തീയിൻ്റെ പരിപാടി എന്തെങ്കിലും ഉണ്ടായിരുന്നോ? എന്തായിരുന്നു? ലക്ഷം ദീപം കത്തിക്കലുണ്ടായിരുന്നു. ശരി, അത് കത്തിക്കാൻ വേണ്ടി നിങ്ങൾ കുട്ടികളുടെ അടുത്ത് ഒക്കെ കൊടുത്തുവോ? എല്ലാവരും ഒത്തൊരുമിച്ച് ആ സ്വാമിയെ കത്തിച്ചത്. ഇനിയിപ്പോൾ എന്തിനാ ജ്യോത്സ്യൻ്റെ അടുത്ത് പോകണം? എന്തിനാ ജ്യോത്സ്യൻ്റെ അടുത്ത് പോണ? കാരണം പ്രത്യക്ഷമായിട്ട് അറിയുന്നതാണ് വിഷയം. ഇനി ജ്യോത്സ്യൻ്റെ അടുത്ത് പോകണം. എന്തുകൊണ്ട് കത്തി? തീ കൊടുത്തിട്ട് എന്തുകൊണ്ട് കത്തിയില്ല എന്നാണെങ്കിൽ ജ്യോത്സ്യൻ്റെ അടുത്ത് പോകണം. എന്തുകൊണ്ടാണ് അമ്പലത്തിന് തീ പിടിക്കാതിരുന്നത് എന്നാണെങ്കിൽ പോകണം. പ്രത്യേകിച്ച് ഓല കൊണ്ട് മേഞ്ഞ ഒരു ഭാഗത്തിനാണ് തീ പിടിച്ചു തുടങ്ങിയത്. അതൊക്കെ ഒന്ന് ഓടാക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് അവർ ചില്വാന സ്വരൂപിക്കാൻ വേണ്ടി ഈ ലക്ഷദ്വീപം സമർപ്പിച്ചത്. അപ്പോൾ കാര്യം എളുപ്പമായില്ലേ? ഭഗവാന്റെ അനുഗ്രഹം പെട്ടെന്ന് കിട്ടിയില്ലേ? ഓല മുഴുവൻ കത്തിപ്പോയില്ലേ? ഇനിയിപ്പോൾ എന്തായാലും മേൽക്കൂര വേഗം മാറ്റണം എന്നല്ലേ? ഇനി എന്തിനാ ജ്യോത്സ്യൻ്റെ അടുത്ത് പോണത്? ആ ജ്യോത്സ്യക്ക് കൊടുക്കാൻ വെച്ച ദക്ഷിണയുടെ 10-1 എനിക്ക് തന്നോളൂ, പോയിക്കോളൂ, ഇത്രയേ ഉള്ളൂ. ഇത് കഥയാന്ന് വിചാരിക്കരുത്. ഇവിടെ ഉണ്ടായ സംഭവമാണിത് ഈ പറഞ്ഞത്. സ്ഥലത്തിൻ്റെ പേര് പറയണില്ല. എന്തായാലും ഈ കോഴിക്കോട് ജില്ലയിൽ തന്നെയാണ്. ഇവിടുന്ന് കുറച്ചൊരു വടക്ക് ഭാഗത്താണ്, വടക്ക് കിഴക്ക്. അതെ, ഈ പ്രദേശത്തുനിന്ന് ജ്യോത്സ്യരെ തേടി അവർ പോണത് തെക്കോട്ടാ. അപ്പം രണ്ടിനും നടുക്കാ അവിടെ. അപ്പം പ്രത്യക്ഷമായിട്ട് അറിയുന്ന വിഷയത്തിൽ എന്തിനാഗമാന്വേഷണ? പറയൂ. പിന്നെ അതിന് കാരണം തേടി പോണോ? മുള്ളുകുത്തി പഴുത്തിട്ടുണ്ട്, അത് ഉറപ്പല്ലേ മുള്ളുകുത്തിയാൽ പഴുക്കുന്നുള്ളത്, അല്ലെങ്കിൽ മുള്ളെടുത്ത് മാറ്റണം. അപ്പം പ്രത്യക്ഷം കൊണ്ടും അനുമാനം കൊണ്ടും അറിയുന്ന ഇഷ്ടപ്രാപ്തി അനിഷ്ടപരിഹാരം എന്നിവയുടെ വിഷയത്തിൽ വേദത്തിൻ്റെ ആവശ്യം ഇല്ല. നച്ച അസതി ജന്മജന്മാന്തര സംബന്ധി ആത്മാസ്തിത്വ വിജ്ഞാനേ ജന്മാന്തരിഷ്ടാനിഷ്ടപ്രാപ്തി പരിഹാരേച്ഛാ സ്യാത്. സ്വഭാവവാദി ദർശനാത്
തസ്മാത് ജന്മാന്തര സംബന്ധി ആത്മാസ്തിത്വേ ജന്മാന്തരേഷ്ടാനിഷ്ടപ്രാപ്തി പരിഹാരോപായ വിശേഷേ ച ശാസ്ത്രം പ്രവർത്തതേ. നച അസതി ജന്മാന്തര സംബന്ധി ആത്മാസ്തിത്വ വിജ്ഞാനേ ജന്മാന്തര വായിച്ചില്ല അല്ലേ. നച അസതി ജന്മാന്തര സംബന്ധി ആത്മാസ്തിത്വ വിജ്ഞാനേ ജന്മാന്തരേഷ്ടാനിഷ്ടപ്രാപ്തി പരിഹാരേച്ഛ സ്യാത് സ്വഭാവവാദി ദർശനാത്. തസ്മാത് ജന്മാന്തര സംബന്ധി ആത്മാസ്തിത്വേ ജന്മാന്തരേഷ്ടാനിഷ്ടപ്രാപ്തി പരിഹാരോപായ വിശേഷേ ച ശാസ്ത്രം പ്രവർത്തതേ. നച അസതി ജന്മാന്തര സംബന്ധി ആത്മാസ്തിത്വ വിജ്ഞാനേ ജന്മാന്തരേഷ്ടാനിഷ്ടപ്രാപ്തി പരിഹാരേച്ഛ സ്യാത്. ജന്മാന്തര സംബന്ധി ആത്മാസ്തിത്വ വിജ്ഞാനേ അസതി ജന്മാന്തരേഷ്ടാനിഷ്ടപ്രാപ്തി പരിഹാരേച്ഛ സ്യാത്. ശ്രദ്ധിക്കണേ, ജന്മാന്തര സംബന്ധിയായിരിക്കുന്ന ആത്മാസ്തിത്വ വിജ്ഞാനം ഇല്ലാത്ത സ്ഥിതിയിൽ ജന്മാന്തരത്തിലെ ഇഷ്ടാനിഷ്ടപ്രാപ്തി പരിഹാരേച്ഛ ഉണ്ടാവുകയില്ല. സ്വഭാവവാദികളിൽ ഇത് കാണപ്പെടുന്നത് കൊണ്ട്, സ്വഭാവവാദികൾ എന്ന് പറഞ്ഞാൽ ഈ പ്രത്യക്ഷവാദികളാണ്. ഓരോന്നിന് അതിൻ്റെ സ്വഭാവമുണ്ട്, അവിടെ കൊണ്ടത് തീർന്നു. അഗ്നിയുടെ സ്വഭാവം എന്താണ്? ചൂട്. അതിനപ്പുറത്തേക്കൊന്നും ചിന്തിക്കേണ്ട. അങ്ങനെ പ്രത്യക്ഷം കൊണ്ട് മനസ്സിലാക്കുന്നത് മാത്രമാണ് ഓരോന്നിൻ്റെയും ഭാവം എന്ന് വദനം ചെയ്യുന്നവരാണ് ചാർവാകാദി ദാർശനികർ, പ്രത്യക്ഷവാദികളാണ്. അപ്പം അവരെ സംബന്ധിച്ച് ഒരു ജീവിതം ആരംഭിക്കുന്നത് എപ്പോഴാ? ജനിക്കുമ്പോൾ. അവസാനിക്കുന്നത് എപ്പോഴാ? മരിക്കുമ്പോൾ. അതിന് മുമ്പ് ഒന്നുമില്ല, അത് കഴിഞ്ഞാലും ഇല്ല. അപ്പം ജന്മാന്തരം എന്നൊന്നില്ല. ജന്മാന്തരവുമായി ബന്ധമുള്ളതായ ഒരാത്മാവില്ല. മനസ്സിലായില്ല? ജനനത്തിൽ തുടങ്ങണതാണേ, മരണത്തിൽ അവസാനിക്കുന്നതുമാണ്. അപ്പം പൂർവജന്മം, പുനർജന്മം തുടങ്ങിയവ ഇല്ല, അവയെക്കുറിച്ച് അറിയില്ല. അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് ജന്മാന്തരത്തിലെ ഇഷ്ടാനിഷ്ടപ്രാപ്തി പരിഹാരേച്ഛ ഉണ്ടാവുമോ? ഉണ്ടാവില്ലല്ലോ. അവരെ സംബന്ധിച്ച് അത് ഇല്ല. ഇപ്പോൾ നമ്മൾ പ്രത്യക്ഷമായിട്ട് മനസ്സിലാക്കാൻ പറ്റാത്ത ചില ഘടകങ്ങൾ ജീവിതത്തിൽ വരുന്നു. അങ്ങനെ ഉണ്ടാവില്ലേ? ഉണ്ടാവും. പ്രത്യക്ഷമായിട്ടും അനുമാനം കൊണ്ട് മനസ്സിലാക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ നിരന്തരം വന്നുകൊണ്ടിരിക്കണു. ഉദാഹരണം എന്തെങ്കിലും പറഞ്ഞാൽ ആരും തെറ്റിദ്ധരിക്കരുതേ, അത് മാത്രമേ ഉള്ളൂ എന്ന് അർത്ഥമില്ല. ഇപ്പോൾ ചില രോഗങ്ങൾ വന്നു, ആകാവുന്ന ചികിത്സകളൊക്കെ ചെയ്തു, ഒരു ഭേദവും ഇല്ല. എല്ലാ പരിശോധനയും ചെയ്തു, ഒരു കുഴപ്പവും ഇല്ല. എല്ലാ മരുന്നും ചെയ്തു, ഭേദാവണില്ല. പ്രഗത്ഭന്മാർ ശസ്ത്രക്രിയ ചെയ്തു, മാറണില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പ്രത്യക്ഷവും അനുമാനം മുഴുവൻ നോക്കിയിട്ട് ഒരു പരിഹാരവും ഇല്ല. അപ്പോൾ നമ്മൾ എന്താലോചിക്കും? ഇത് ജന്മാന്തരത്തിലെ എന്തോ ഒരു കർമ്മത്തിൻ്റെ വിഭാഗമായിരിക്കുമോ എന്ന് നമ്മൾ നോക്കും, ഇല്ലേ? ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ ഇപ്പോൾ പരിഹാരമുള്ളത് എന്നൊക്കെ അന്വേഷിക്കും. അപ്പോൾ ജന്മാന്തര ജ്ഞാനം നേടാൻ വേണ്ടിയിട്ടുള്ള ചില ഉപായങ്ങളെ പരിശോധിക്കും.
അങ്ങനെയൊക്കെയാ ലോകത്തിൽ പതിവ്. എന്നാൽ അങ്ങനെ ജന്മാന്തരം ഇല്ല എന്നുള്ളവരെ സംബന്ധിച്ച് അതുണ്ടോ? ഇല്ല. ഉണ്ട് എന്നുള്ളവർ അന്വേഷിക്കും. ഇപ്പം മരണത്തിൽ അവസാനിക്കുന്നു ജീവിതം എന്നുള്ളവർക്ക് ഈ ലോകത്തിലുള്ള കുറ്റവും ശിക്ഷയും മാത്രമേ ഉള്ളൂ, അതിനപ്പുറത്തേക്കൊന്നുമില്ല. അവരെ സംബന്ധിച്ച് പാപം ഉണ്ടാവട്ടോ എന്നുള്ളതൊന്നുമില്ല. അവിടെ പാപത്തിൻ്റെ ഫലം രാജാവിൻ്റെ ദണ്ഡം മാത്രമാണ്, അതിൽ കവിഞ്ഞൊന്നുമില്ല. എന്നാൽ ജന്മജന്മാന്തരങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നവരെ സംബന്ധിച്ചോ, അയ്യോ ഇവിടെ തെറ്റ് ചെയ്യാൻ പാടില്ല കേട്ടോ, തുടരുവേ അടുത്ത ജന്മത്തിൽ അനുഭവിക്കേണ്ടി വരും എന്നൊക്കെ ചിന്ത ഉണ്ടാവില്ലേ? ഉണ്ടാവും. അതാണ്. അപ്പോൾ നച്ച അസതി ജന്മാന്തര സംബന്ധി ആത്മാസ്തിത്വ വിജ്ഞാനെ, ജന്മാന്തര സംബന്ധിയായിരിക്കുന്ന ആത്മാവിൻ്റെ അസ്തിത്വത്തെക്കുറിച്ചുള്ള അറിവില്ലാത്തതുകൊണ്ട് ജന്മാന്തര സംബന്ധിയായ ഇഷ്ടാനിഷ്ടങ്ങളുടെ പ്രാപ്തി പരിഹാര ഇച്ഛ ഉണ്ടാവില്ല. ആർക്ക്? അവർക്ക്. അവരെ ഭൂരിഭാഗം പേരും ഇങ്ങനെയാ ലോകത്തിൽ പ്രത്യക്ഷമായിട്ടുള്ളതിൽ ഒതുങ്ങിക്കിടക്കുന്നു. അതുകൊണ്ട് പലതിനും പരിഹാരം ഇല്ലാതെ പോകുന്നു. ഈ ദൈവ വ്യപാശ്രയമൊക്കെ ഉണ്ട് ചികിത്സയിൽ. ഉദാഹരണം പറഞ്ഞാൽ ചികിത്സാ മേഖലയിൽ ദൈവവ്യപാശ്രയമുണ്ട്. ദൈവവ്യപാശ്രയത്തിൽ കഴിവുള്ളവരുണ്ട്, നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്. അത് ചില രോഗങ്ങളുടെ ഹേതു എന്താണെന്നുള്ള ദൈവപരിശോധന ചെയ്യുകയാണ്. എന്നിട്ട് അതിനനുസരിച്ചാണ് ചികിത്സ ചെയ്യുക. അപ്പോൾ ഒരാൾ ആദ്യം തന്നെയാണ് ദൈവവ്യപാശ്രയത്തിന് പോകാറില്ല. ഉണ്ടോ? എനിക്ക് പനി വന്നു, ഇതിന് ദൈവവ്യപാശ്രയം എന്താണെന്ന് നോക്കണം എന്നാരും പറയാറില്ല. പക്ഷേ പനി വന്ന് ആകാവുന്നതൊക്കെ ചികിത്സിച്ചു, എന്നിട്ടും ഭേദമില്ല എന്ന് വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ എന്നാൽ പിന്നെ അതിന് ദൈവം ഒന്ന് നോക്കണമല്ലോ എന്ന് പറയും. അങ്ങനെയാണ്. ഇപ്പം ചിലതിന് ആദ്യം തന്നെ പറയണ വകുപ്പൊക്കെ ഉണ്ട്. ഉദാഹരണം പറഞ്ഞാൽ, ഇനിയിപ്പോൾ ആർക്കും ഇതൊന്നും തെറ്റിദ്ധാരണ ഒന്നും വരില്ല. ഉപനിഷത്ത് ക്ലാസ്സിൽ പോയിട്ട് ഇങ്ങനെയൊക്കെ കുറേ അറിവ് നേടി. ഇതൊക്കെ ഉദാഹരണം പറയണതാണ്. ഇപ്പോൾ കാലിനൊരു ഒരു ഒരു ഇത് വന്നു, എന്താ പറയുക, എന്താ അതിന് പറയണേ, കാല് നിലത്ത് വയ്ക്കാൻ ആണി വന്നു. അപ്പോൾ ആണി രോഗം വന്നു കാലിന്. അപ്പം ഞാൻ പൂർവ്വജന്മത്തിൽ ആരുടെയോ വഴിയിൽ മുള്ളിട്ടിട്ടുണ്ടാവും, അതാവും ഇപ്പം കാരണം എന്നാലോചിക്കും. ഞാൻ തന്നെ ആർക്കോ ഒരു ഉപദ്രവം, വഴി നടക്കുന്നിടത്ത് കുപ്പിച്ചില്ലിടുക, വഴി നടക്കുന്നിടത്ത് ആണിയിടുക, ഇങ്ങനെയൊക്കെ വല്ലതൊക്കെ ചെയ്തിട്ടുണ്ടാവാം. എന്തായാലും അത് ചെയ്തതുണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല. അയാൾക്ക് പരിഹാരം നല്ലതാ. ആചാര്യന്മാർ പറഞ്ഞ പരിഹാരം വഴി വൃത്തിയാക്കി കൊടുക്കുക, പൊതുജനങ്ങളുടെ വഴി വൃത്തിയാക്കി കൊടുക്കാനാണ്. അപ്പം പൊതുജനങ്ങളുടെ വഴി നീ വൃത്തിയാക്കി കൊടുക്കുക, നല്ല പരിഹാരമല്ലേ? അതുകൊണ്ട് ആർക്കെങ്കിലും ഉപദ്രവമുണ്ടോ? അന്ധവിശ്വാസം, അന്ധവിശ്വാസം ആയിക്കോട്ടെ, നാട്ടുകാർക്ക് ഉപകാരമല്ലേ? വഴിയിൽ കൊണ്ടുപോയി മുള്ളിടാനല്ലല്ലോ പറയണത്. അപ്പോൾ വഴി വൃത്തിയാക്കി കൊടുക്കാനാണ് പറയണത്. അപ്പം നാട്ടുകാർ വിചാരിക്കും, ഓ എന്തൊരു നല്ല മനുഷ്യനാ, ഞങ്ങൾ നടന്നു പോണ വഴിയൊക്കെ അയാൾ വൃത്തിയാക്കി, അയാൾക്ക് നല്ലൊരു ഗതി വരട്ടെ എന്ന് വിചാരിക്കില്ലേ? അതാണ് അതിൻ്റെ പരിഹാരം. അത് ചെയ്തും കൊണ്ട് മരുന്ന് കഴിച്ചോളൂ, എന്നാ മാറും എന്ന് ദൈവവ്യപാശ്രയ ചികിത്സയിൽ പറഞ്ഞു തരും. ഉദാഹരണം പറഞ്ഞത്. ഇത് ഭൂതത്തിലേക്കും ഭാവിയിലേക്കും ഉണ്ടാവും. ഭാവിയിലേക്കും പറഞ്ഞാൽ നമ്മൾ തമാശയ്ക്ക് ഒരാളോട് പറഞ്ഞു കേട്ടോ, ഇനി അയാൾ ഇവിടെ ഉണ്ടോ ഒന്നിപ്പോൾ ഒന്നും അറിയില്ല, ഇവിടെ ഉണ്ടാവുന്ന ആളാ. കാരണം ഇവർ വല്ലാതെ മർദ്ദിക്കേണ്ടി വരാറുണ്ട് ജനങ്ങളെ, അവരുടെ ജോലിയുടെ ഭാഗമായിട്ട്. ഇദ്ദേഹം മർദ്ദിക്കണില്ലെങ്കിലും ഇദ്ദേഹം ഓർഡർ കൊടുത്തിട്ട് മർദ്ദിക്കും. എവിടെയാണ് മർദ്ദിക്കുക? മൂലത്തിനാണ്. മനസ്സിലായില്ല? ആളെ കുനിച്ച് നിർത്തിയിട്ട് മൂലത്തിലാണ് മർദ്ദിക്കുക. എന്താണ്? എന്നാൽ ഈ സ്വർണം കെട്ട് വരുള്ളൂ. സ്വർണം വരുന്നവരെ മർദ്ദിക്കും. ഇത്രയും പറഞ്ഞാൽ മനസ്സിലായല്ലോ. സ്വർണം കടത്തുക എവിടെ? മൂലത്തിൽ, മലദ്വാരത്തിൽ. അപ്പോൾ അത് പിടിക്കണമെങ്കിൽ കുനിച്ച് നിർത്തി മർദ്ദിക്കണം. അപ്പോൾ ഈ ക്രിയപ്പ ചെയ്യണതാ. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറയും, എന്തായാലും ഭാവിയിൽ മൂലവ്യാധി ഉണ്ടാവാൻ സാധ്യത ഉണ്ട്, അടുത്ത ജന്മത്തിൽ എന്തായാലും
മൂലവ്യാധി ഉണ്ടാവും. അപ്പോൾ അതിന് എന്തെങ്കിലും ഒരു പരിഹാരം ഇപ്പം തന്നെ ചെയ്താൽ നല്ലതാണ്. അതാണ് ഇപ്പം എന്താ പറയുക. അപ്പം ജോലിയുടെ ഭാഗമായിട്ടല്ലേ ചെയ്യണത്, ജോലിയുടെ ഭാഗമായിട്ട് തന്നെയാണ്. ഇപ്പം അല്ലാണ്ട് ഇപ്പം നിർത്തിയിട്ടോ. ഇത് തമാശയ്ക്ക് പറഞ്ഞതാണ്. ഇവിടെ ഒരു റെക്കോർഡിങ്ങിനൊക്കെ ഉണ്ട് ഇയാളത്. ഇതൊക്കെ നാട്ടിലാകെ ഒരു വ്യാകുലത ഉണ്ടാക്കാവുന്ന വിഷയമാണ്. അപ്പം ഞങ്ങളെ പണി ചെയ്യണ്ടേ സ്വാമി, ഡ്യൂട്ടി ചെയ്യണ്ടേ? ഡ്യൂട്ടി ചെയ്യണം, വേണ്ടെന്നാരും പറഞ്ഞില്ല. പക്ഷെ ഇങ്ങനെ സാധ്യതയൊക്കെ കണ്ടിട്ട് ചെയ്താൽ നല്ലതാണ്. അപ്പോൾ ഒന്ന് അടിക്കുമ്പോൾ അത് കിട്ടാൻ വേണ്ടി അടിച്ചാൽ മതി, അടിച്ച് പൊട്ടിക്കാൻ വേണ്ടി അടിക്കണ്ട. രണ്ടും കുറച്ച് വ്യത്യാസമുണ്ടല്ലോ, ഇല്ലേ? ഇല്ല, എന്തായാലും ഒരാളെ അടിക്കണം. എന്നാൽ ഒന്നും കൂടി കേമായിട്ട് അടിച്ചു കളയാം, അത് വേണ്ട, ആവശ്യത്തിന് അടിച്ചാൽ കുഴപ്പമില്ല എന്നൊക്കെ ചില പരിഹാരങ്ങളിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റും. കണ്ടുപിടിച്ചിട്ടല്ലോ വിദ്യ. ഇതിപ്പോൾ ശരി സ്കാൻ ചെയ്താൽ പോരെ എന്നാ, ഇതിപ്പോൾ അവൻ പറഞ്ഞു കിട്ടണ്ടേ? അതാണല്ലോ, കണ്ട് സ്കാനിങ്ങിലൊക്കെ പിടിച്ചിട്ടാണ് ഇതുണ്ടത്. ഇതൊക്കെ ഒത്തുകളിയുടെ ഭാഗമായിട്ട് രക്ഷപ്പെടുമ്പോൾ മറ്റേ ഗ്രൂപ്പ് ഇവർക്ക് വിവരം കൊടുക്കും. അങ്ങനെയാണ്. ഒരു 10ൽ 1 പിടിക്കുന്നുള്ളൂ. അത് അവിടുന്ന് കൊടുക്കണ വിവരം മാറിയിട്ട് അവിടെ വരും. അവിടെ പറയാം നീല കുപ്പായോട്ട് ആളുന്ന, ഇവിടെ എത്തുമ്പോഴത്തേക്ക് ആളുടെ കുപ്പായം നീലയാവില്ല, വേറെയാവും. ഇങ്ങനെയൊക്കെയുള്ള വിദ്യകൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. നീ പതുമലാരും കയറി പിടിക്കേണ്ട കേട്ടോ. അപ്പം ഇങ്ങനെ ഉള്ളതായ ജന്മാന്തര അനുഭവജ്ഞാനം ഉള്ളവർക്കേ ഇപ്പം ഇതുള്ളൂ, അല്ലാത്തവർക്കില്ല. ചാർവാകന്മാർക്ക് ഇതില്ല. അവർ സുഖമായി ജീവിക്കും. അതുകൊണ്ട് കടം വാങ്ങിയാൽ തിരിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം വെണ്ണീറായി കഴിഞ്ഞാൽ പിന്നെ പുനർജനിക്കുകയോ? ഇല്ല. പിന്നെന്താ പ്രശ്നം? അതുകൊണ്ട് കടം വാങ്ങിയിട്ട് നല്ല സുഖമായി നെയ് കൂട്ടി ഭക്ഷണം കഴിച്ചോളൂ എന്നാണ് പറയണത്. അതെവിടെയാ സ്വാമി പറഞ്ഞത്? അറിയില്ല കേട്ടോ. ആചാര്യന്മാർ ഉദ്ധരിച്ച് കണ്ടിട്ടുണ്ടെന്നല്ലാതെ മൂലം കണ്ടിട്ടില്ല. ഋണം കൃത്വ ഘൃതം ബിഭേത് ഭസ്മീഭൂതസ്യ ദേഹസ്യ പുനരാഗമനം കുതഃ യാവത് ജീവേ സുഖം ജീവേത്. എത്ര കാലം ജീവിക്കുക അത്രയും കാലം സുഖമായിട്ട് ജീവിച്ചോളൂ. ഋണം കൃത്വ ഘൃതം ബിഭേത്, കടം വാങ്ങിയിട്ട് നെയ്യ് കൂട്ടിക്കോളൂ. എന്താ കാരണം? ഭസ്മീഭൂതസ്യ ദേഹസ്യ, ഭസ്മമായി കഴിഞ്ഞ ദേഹത്തിന് പുനരാഗമനം കുത, അതിന് തിരിച്ചു വരുമൊന്നുമില്ല. മരണത്തോടു കൂടി എല്ലാം കഴിഞ്ഞു. അപ്പം ജീവൻ എന്ന പ്രതിഭാസമോ? ചോദ്യം. അതിന് ചാർവാകന്മാർ പറഞ്ഞ മറുപടി, ചില രാസവസ്തുക്കൾ ചേർത്താൽ അതിൽ നിന്ന് ലഹരി ഉണ്ടാവണുണ്ട്. ആ രാസവസ്തുക്കൾക്ക് ലഹരിയില്ല, പക്ഷെ അവ ചേരുമ്പോൾ ലഹരി ഉണ്ടാവുന്നുണ്ട്. അതുപോലെ ചില പ്രത്യേക അനുപാതത്തിൽ ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി എന്നീ ഭൂതങ്ങൾ ചേരുമ്പോൾ ഉണ്ടാവുന്നതാണ് ജീവൻ. അത് കഴിഞ്ഞാൽ കഴിഞ്ഞു. ഇത് വെറും രാസികമാണ്, ഇത് വെറും ഭൗതികമാണ് ജീവൻ. അതാണ് ചാർവാകന്മാർ പറയുന്നത്. ശരി. തസ്മാത് ജന്മാന്തര സംബന്ധി ആത്മാസ്തിത്വേ ജന്മാന്തര ഇഷ്ടാനിഷ്ടപ്രാപ്തി പരിഹാരോപായ വിശേഷേച്ച ശാസ്ത്രം പ്രവർത്തതേ. അതുകൊണ്ട് ജന്മാന്തര സംബന്ധിയായി ആത്മാവ് ഉണ്ട് എന്നുള്ള വിഷയത്തിലും, എന്ന് പറയാം, ജന്മാന്തര സംബന്ധിയായി ആത്മാവ് ഉണ്ട് എന്ന വിഷയത്തിലും, അതുകൊണ്ട് തന്നെ ജന്മാന്തര ഇഷ്ടാനിഷ്ടപ്രാപ്തി പരിഹാരോപായം വേണം എന്ന നിലയ്ക്കും ശാസ്ത്രം പ്രവർത്തിക്കുന്നു. ശാസ്ത്രം എന്ത് പറയുന്നു? ജന്മാന്തരം ഉണ്ട്, അതുകൊണ്ട് ജന്മാന്തര സംബന്ധിയായ ആത്മാവുണ്ട്. അതുകൊണ്ട് അവിടുത്തെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് ഇവിടെ ഫലവിശേഷങ്ങൾ ഉണ്ട്. അപ്പോൾ ഇഷ്ടപ്രാപ്തിക്കും അനിഷ്ട പരിഹാരത്തിനും പ്രത്യക്ഷ അനുമാനങ്ങളെ കൊണ്ട് അറിയാത്ത മേഖലകൾ ഉണ്ട്. അത് പ്രവർത്തിച്ചോളൂ. മനസ്സിലായില്ല? അപ്പം പ്രായശ്ചിത്തങ്ങൾ വരും. എന്തിനാ പ്രായശ്ചിത്തങ്ങൾ? പൂർവകൃത അനിഷ്ട പരിഹാരം. യാഗവിശേഷങ്ങൾ വരും. എന്തിനാ? ഭവിഷ്യത്കാലീനമായി ഇഷ്ടപ്രാപ്തിക്ക് വേണ്ടിയിട്ട്. അപ്പം ഇഷ്ടപ്രാപ്തിക്ക് വേണ്ടി യാഗവിശേഷങ്ങളും അനിഷ്ടപരിഹാരത്തിന് വേണ്ടി പ്രായശ്ചിത്ത വിശേഷങ്ങളും ശാസ്ത്രം പറയും. അത് പ്രത്യക്ഷം കൊണ്ടും അനുമാനം കൊണ്ടും മനസ്സിലാക്കാൻ കഴിയാത്തതാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ?
ഇതൊക്കെയാണോ വേദാന്തം? ഇത് വേദാന്തമല്ല, കർമ്മകാണ്ഡവുമായുള്ള സംബന്ധാണ് ഈ പറയണത്. യേയം പ്രേതേപി ചികിത്സ മനുഷ്യേ അസ്തിത്യേകേനായമസ്തീതി ചൈകേ ഇത്യുപക്രമ്യ അസ്തിത്യേവോപലബ്ധവ്യഃ ഇത്യേവമാദി നിർണയദർശനാത് യഥാ ച മരണം പ്രാപ്യ ഇത്യുപക്രമ്യ യോനിമന്യേ പ്രപദ്യന്തെ ശരീരത്വായ ദേഹിനഃ സ്ഥാണുമന്യേന സംയന്തി യഥാ കർമ്മ യഥാശ്രുതം ഇതി ച സ്വയം ജ്യോതിഃ ഇത്യുപക്രമ്യ തം വിദ്യാകർമ്മണി സമന്വാരഭേദേ പുണ്യോ വൈ പുണ്യേന കർമ്മണാ ഭവതി പാപപാപേന ഇതി ച ജ്ഞാപയിഷ്യാമി ഇത്യുപക്രമ്യ വിജ്ഞാനമയഃ ഇതി ച വ്യതിരിക്താത്മാസ്തിത്വം. യേയം പ്രേതേ വിചികിത്സാ മനുഷ്യേ അസ്തിത്യേകേനായമസ്തീതി ചൈകേ ഇത്യുപക്രമ്യ അസ്തിത്യേവോപലബ്ധവ്യഃ ഇത്യേവമാദി നിർണയദർശനാത് യഥാ ച മരണം പ്രാപ്യ ഇത്യുപക്രമ്യ യോനിമന്യേ പ്രപദ്യന്തെ ശരീരത്വായ ദേഹിനഃ സ്ഥാണുമന്യേനു സംയന്തി യഥാ കർമ്മ യഥാശ്രുതം ഇതി ച സ്വയം ജ്യോതിഃ ഇത്യുപക്രമ്യ തം വിദ്യാകർമ്മണി സമന്വാരഭേദേ പുണ്യോ വൈ പുണ്യേന കർമ്മണാ ഭവതി പാപഃ പാപേന ഇതി ച ജ്ഞാപയിഷ്യാമി ഇത്യുപക്രമ്യ വിജ്ഞാനമയഃ ഇതി ച ആത്മാസ്തിത്വം. അവിടെ കഠോപനിഷത്തിൽ നിന്നും ബൃഹദാരണ്യകോപനിഷത്തിൽ നിന്നു തന്നെയും ചില ഭാഗങ്ങൾ ഉദ്ധരിക്കുകയാണ്. കഠോപനിഷത്തിൽ യേയം പ്രേതേ വിചികിത്സാ മനുഷ്യേ അസ്തിത്യേകേനായമസ്തീതി ചൈകേ ഏതദ് വിദ്യാം അനുശിഷ്ടസ്ത്വയാഹം വരാണാമേഷ വരസ്തൃതീയഃ എന്ന് നചികേതസ് ചോദിച്ചു. ഈ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാലേ ഉണ്ട് എന്ന് ചിലർ പറയണു, ഇല്ല എന്ന് ചിലർ പറയണു. ഇതിലിപ്പോൾ എന്താ സത്യം എന്നുള്ളത് അങ്ങ് ഉപദേശിച്ചാൽ മനസ്സിലാക്കാമായിരുന്നു. ഇതാണ് 3 വരങ്ങളിൽ 3ാമത്തെ വരം എനിക്ക് വേണ്ടത് എന്ന് നചികേതസ് പറഞ്ഞു. എന്നിട്ട് എന്തുണ്ടായി? അതിന് മറുപടിയായിട്ട് പറഞ്ഞു അസ്തിത്യേവോപലബ്ധവ്യഃ, ഉണ്ട് എന്ന് അറിയേണ്ടതാണ്. ഉണ്ട് എന്ന് ചിലർ പറയണു, ഇല്ല എന്ന് ചിലർ പറയണു. എന്താ അപ്പം അതിൻ്റെ വസ്തുത്വം എന്ന് അങ്ങ് പഠിപ്പിച്ചാൽ ഞാൻ മനസ്സിലാക്കാമായിരുന്നു എന്നാ പറഞ്ഞത്. അതിനെന്താ മറുപടി പറഞ്ഞത്? ഉണ്ടെന്ന് അറിയേണ്ടതാവുന്നു. എന്നിട്ട് ഹന്തത ഇദം പ്രവക്ഷ്യാമി ഗുഹ്യം ബ്രഹ്മസനാതനം. അങ്ങനെയും പറഞ്ഞു. ഹന്തത ഇദം പ്രവക്ഷ്യാമി ഗുഹ്യം ബ്രഹ്മസനാതനം യഥാച മരണം പ്രാപ്യ ആത്മാഭവതി ഗൗതമ. ഹന്തോ ഹോയ്, എന്താ കഥ? അതിനർത്ഥമൊന്നുമില്ല ഹന്ത എന്നുള്ളതിന്. ഇദം പ്രവക്ഷ്യാമി, നിന്നോട് ഞാനിത് പറഞ്ഞുതരാം. ഗുഹ്യം ബ്രഹ്മസനാതനം, വളരെ രഹസ്യമായിരിക്കുന്ന ഒരറിവാണ് ഞാൻ പറഞ്ഞുതരാൻ പോണത്. വളരെ രഹസ്യമാണിത്. യഥാച മരണം പ്രാപ്യ ആത്മാഭവതി ഗൗതമ, മരണത്തെ പ്രാപിച്ചിട്ട് എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. വളരെ രഹസ്യമാണ്. എന്നിട്ടാണ് പറയണത് യോനി മന്യേ പ്രപദ്യന്തെ ശരീരത്വായ ദേഹിനഃ
സ്ഥാണു മന്യേനു സംയന്തി യഥാ കർമ്മ യഥാശ്രുതം. എങ്ങനെയൊക്കെയാണോ കർമ്മങ്ങളെ ചെയ്ത് സംസ്കാരം ആർജിച്ചിട്ടുള്ളത്, എങ്ങനെയൊക്കെ ശാസ്ത്രാദി ശ്രവണം ചെയ്ത് സംസ്കാരം ആർജിച്ചിട്ടുണ്ടോ അതിനനുസരിച്ച് ചിലർ ജന്മസ്ഥാനങ്ങളെ പ്രാപിക്കും, ചിലർ വൃക്ഷം തുടങ്ങിയ സ്ഥാവരങ്ങളായി മാറും. അമ്മയുടെ യോനിദ്വാരത്തെ പ്രാപിക്കാം, അല്ലെങ്കിൽ മരങ്ങളൊക്കെ ആയിട്ട് തീരാം. എന്തിനനുസരിച്ച്? അത് അവനവൻ്റെ കയ്യിലിരിപ്പ് അനുസരിച്ചു. കയ്യിലിരിപ്പ് എവിടെ നിന്നുണ്ടായി? നമ്മൾ തന്നെ നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ ഉണ്ടാക്കിയ കയ്യിലിരിപ്പ് അനുസരിച്ചാണ് നമുക്ക് ഗതി തരുന്നത്. വേറെ ഒരു ദൈവമല്ല, വേറെ ആരുമല്ല. നമ്മുടെ കയ്യിലിരിപ്പാണ് നമുക്ക് ഗതി തരുന്നത്. നല്ലോണം പണിയെടുത്ത് നല്ല കർമ്മം ഉണ്ടാക്കിയോ നല്ല ഗതി, നല്ല ചിന്തകൾ, നല്ല വാക്കുകൾ, നല്ല പ്രവൃത്തികൾ. അപ്പോൾ കയ്യിലിരിപ്പ് നന്നാവും. കയ്യിലിരിപ്പ് മോശമായിട്ട് ബാക്കിയുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് വല്ല പ്രയോജനമുണ്ടോ? അത് നമ്മുടെ ലോക സ്വഭാവം അതാ. എപ്പോഴും മറ്റുള്ളവരുടെ മേലേക്കാ കുറ്റം പറയുക, അല്ലേ? അമ്മ എന്നെ വേണ്ട സമയത്ത് നോക്കിയില്ല, അച്ഛൻ വേണ്ട സമയത്ത് നോക്കിയില്ല, അന്ന് അവർ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെയായതെന്നൊക്കെ പറയും. നമ്മളെ കയ്യിലിരിപ്പ് അല്ല എന്ന് അതല്ലേ മനസ്സിലാക്കേണ്ടത്. ചിന്തിക്കുക. അതാണ് പറയണത്, നമ്മുടെ ഗതി നിർണ്ണയിക്കുന്നത് നമ്മളാണ്, വേറെ ആരുമല്ല എന്ന് ഉപനിഷത്ത് വ്യക്തമായി ഉപദേശിക്കുന്നു. അവിടെ മരണത്തിനപ്പുറത്ത് ദേഹവിലക്ഷണനായ ആത്മാവിൻ്റെ അസ്തിത്വമാണ് അവിടെ ഉപനിഷത്ത് പറഞ്ഞത്, അല്ലേ? ഇതുപോലെ തന്നെ സ്വയം ജ്യോതിഹി, ആത്മാവിനെ സംബന്ധിച്ച് സ്വയം ജ്യോതിസ്വരൂപമാണ് ഇവൻ എന്ന് പറഞ്ഞുകൊണ്ട് ബൃഹദരണ്യകോപനിഷത്തിൽ 4-ാം അധ്യായത്തിൽ തം വിദ്യാകർമ്മണി സമന്വാരഭേദേ, വിദ്യാകർമ്മങ്ങൾ അവനെ ആരംഭിപ്പിക്കുന്നു. പുതിയ പുതിയ അനുഭവ വിശേഷങ്ങളിലേക്ക് വിദ്യയും കർമ്മവും, വിദ്യ എന്ന് പറഞ്ഞാൽ ശ്രവണജനിതമായ സംസ്കാരം, നേരത്തെ പറഞ്ഞ തന്നെയാണ്. കർമ്മം എന്ന് പറഞ്ഞാൽ ക്രിയാജനിതമായ സംസ്കാരം അവനെ പുതിയ ജന്മങ്ങളിലേക്ക്, അനുഭവങ്ങളിലേക്ക് നയിക്കുന്നു. ഏതനുഭവങ്ങൾ? പുണ്യേന പുണ്യം പാപേന പാപം. അതാണ് പുണ്യോ വൈ പുണ്യേന കർമ്മണാ ഭവതി. പുണ്യകർമ്മം കൊണ്ട് പുണ്യം നേടുന്നു, പാപേന പാപം കൊണ്ട് പാപം നേടുന്നു. സംഗതി എളുപ്പമാണ്, ഒരു പ്രശ്നവുമില്ല. ഇതിൽ വളഞ്ഞ വഴിയൊന്നുമില്ല, എളുപ്പ വഴിയേ ഉള്ളൂ. പാപം ചെയ്തോ പാപം, പുണ്യം ചെയ്തോ പുണ്യം, ഇത്രയേ ഉള്ളൂ. ആരാ നിശ്ചയിക്കണ്ടേ? നമ്മൾ. അപ്പോൾ ഇത് രണ്ടും തിരിച്ചറിയാനോ? അതിൻ്റെ ഉള്ളിലുണ്ട് തിരിച്ചറിവ്. ഞാൻ അറിയാണ്ട് തെറ്റ് ചെയ്തു പോയി എന്ന് പറയരുത്, അറിഞ്ഞു തന്നെയാണ് തെറ്റ് ചെയ്യുന്നത്. സ്വാമി അറിയാണ്ട് തെറ്റ് ചെയ്തു പോയിട്ടോ ഉണ്ടാവുമോ? എന്താ അഭിപ്രായം? എന്താ നിങ്ങളുടെ അഭിപ്രായം? ഉണ്ടാവില്ല. എന്തുകൊണ്ട്? നമ്മൾ മനുഷ്യരാണ്. മനുഷ്യരായ സ്ഥിതിക്ക് ഉള്ളെന്ന് പറഞ്ഞു തരും, വേണ്ടാട്ടോ വേണ്ടാട്ടോ വേണ്ടാട്ടോ. അത് കേൾക്കാണ്ട് ചെയ്താൽ കുഴപ്പമായി, ഇത്രയേ ഉള്ളൂ. പറയാണ്ടാരും തെറ്റൊന്നും ചെയ്യണില്ല. എന്നാലും അറിയാണ്ടാവും, അല്ലേ? എന്നാലും അറിയാണ്ടാവും. പല കാരണങ്ങളെ കൊണ്ട് അറിയാതെ പോകുമല്ലോ, ഇത്രയേ ഉള്ളൂ. അറിഞ്ഞില്ല എന്ന് പറയരുത്, അത് ശ്രദ്ധിക്കുക. അപ്പം അതുകൊണ്ട് ഇങ്ങനെ വിജ്ഞാനമയമായിരിക്കുന്ന ജീവാത്മാവിനെക്കുറിച്ച് വ്യതിരിക്തമായി എന്ന് പറഞ്ഞാൽ ശരീരവിലക്ഷണമായ ആത്മാവിനെക്കുറിച്ച് ശാസ്ത്രം പറയുന്നുണ്ട്. ഇത് പ്രത്യക്ഷം കൊണ്ട് മനസ്സിലാവുന്നതാണോ? അല്ല. അനുമാനം കൊണ്ട് മനസ്സിലാവുന്നതാണോ? അല്ല. അവിടെയാണ് ശാസ്ത്രപ്രമാണം. ഇത് വളരെ വിശദമായ ചർച്ചയാണ്. അത് നമുക്ക് തുടർന്ന് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. അത് ക്രമമായി പോണേ. അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഈ പറഞ്ഞത് ഓർമ്മ വേണേ.